പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ഞങ്ങളിൽ വന്നു നിറയണമേ. ഞങ്ങളിൽ വസിക്കണമേ. ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ഞങ്ങളിൽ വന്നു നിറയണമേ. ഞങ്ങളിൽ വസിക്കണമേ. ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ഹല്ലേലൂയ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിന്റെ അരുവിയായി ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ആമേൻ. നമ്മൾ കേരളത്തിലെ ഏത് സമൂഹത്തിൽ ചെന്നാലും അതിലെ ഒരു 90% ആളുകൾ ഇരിക്കുന്നത് മൂടിക്കെട്ടിയ മുഖവുമായിട്ടാണ്. ഭയങ്കര ദുഃഖമാണ് എല്ലാവരുടെയും മുഖത്ത്. ഉള്ളിൽ വലിയ ദുഃഖം ഉണ്ടായതുകൊണ്ടാവണമെന്നില്ല, ഭയങ്കര സീരിയസ് ആണ് എല്ലാവരും. ചിരിക്കുന്ന മുഖങ്ങൾ കുറവാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അത് കേരളത്തിലെ മൊത്തത്തിലുള്ളൊരു അന്തരീക്ഷമാണ്. നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യൂ, ഒരു ബസ്സിൽ യാത്ര ചെയ്യൂ, അങ്ങോട്ട് ചിരിച്ചാലും ഇങ്ങോട്ട് ചിരിക്കാത്ത ആളുകളുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ഞാനൊക്കെ ഏത് പട്ടിയും പൂച്ചയും കണ്ടാൽ ചിരിക്കുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ ഒരു പട്ടിയെ കണ്ടാലും ഞാൻ ചിരിക്കും. ഹലോ പട്ടി എവിടെ പോകുന്നതെന്ന് അങ്ങനെ ചിരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ അങ്ങോട്ട് ചിരിച്ചാലും ഇങ്ങോട്ട് ചിരിക്കാത്ത ആളുകളുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് മൊത്തത്തിലൊരു വരിഞ്ഞു മുറുകിയ അന്തരീക്ഷത്തിലാണ്. പിന്നെ ചില ആളുകളുടെ ചിന്ത ഇങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുന്നതാണ് പുണ്യം എന്നുള്ളതാണ്. അതായത് ഭക്തരാണെങ്കിൽ നമ്മൾ ചിരിക്കാനൊന്നും പാടില്ല, ഭക്തരാണെങ്കിൽ ആരോടും മിണ്ടാൻ പാടില്ല, ഭക്തരാണെങ്കിൽ ചിരിക്കാൻ പാടില്ല, മനുഷ്യരെ കണ്ടാൽ നോക്കാൻ പാടില്ല. ഇങ്ങനെ ചില തെറ്റിദ്ധാരണകളും ചില മനുഷ്യരുടെ മനസ്സിലുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് വചനം പറയുകയാണ് അതൊന്നല്ല, അതൊക്കെ ചുമ്മാ കെട്ടുകഥയാണ്. അത് ആരോ തട്ടിക്കൂട്ടിയ കെട്ടുകഥകളാണതെല്ലാം. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യരുടെ പ്രത്യേകത സന്തോഷമുള്ളവരായിരിക്കണം. നമ്മുടെ മുഖത്ത് നോക്കിയാൽ മനുഷ്യന് ജീവിക്കാൻ തോന്നണം. അല്ലാതെ ഇവരൊക്കെയുള്ള ഭൂമിയിൽ ഇനി ഒരു നിമിഷം കൂടി ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ് അവർ ചാവാൻ പോകരുത്. നമ്മളെ കണ്ടിട്ട് മനുഷ്യർക്ക് ജീവിക്കാൻ പ്രതീക്ഷയുണ്ടാവണം. എത്ര ദുഃഖത്തിൻ്റെ നടുവിലും സന്തോഷത്തോടെ ജീവിക്കുന്ന ദൈവമക്കളെ കാണുമ്പോൾ മനുഷ്യർ ചോദിക്കണം, എന്താണ് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണം? നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാരണം എന്താണ് എന്ന് ചോദിക്കും. പ്രസാദമുള്ള മുഖങ്ങളോടെ ജീവിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. അതൊക്കെയാണ് വചനം കേൾക്കുകയും വചനം വായിക്കുകയും ചെയ്യുന്നവരുടെ പ്രത്യേകത. സന്തോഷമായിട്ടിരിക്കണം. ഇപ്പം നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കുന്നില്ല നമുക്കറിയില്ല. നിങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്ന പോലെ എല്ലാ ഒരിടത്തെ മാത്രമല്ല, കോഴിക്കോടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തും മനുഷ്യർ പൊതുവേ വളരെ സീരിയസ് ആണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഉള്ളിൽ സന്തോഷം ഉണ്ടെങ്കിലേ മുഖത്തത് വരുത്തുള്ളൂ. ഉള്ളിൽ സന്തോഷം ഉണ്ടാകണമെങ്കിൽ സന്തോഷം പലപ്പോഴും ഒരു തീരുമാനമാണ്. സന്തോഷമായിട്ടിരിക്കാൻ തീരുമാനിക്കുകയാണ്, നമ്മൾ തീരുമാനിക്കുകയാണ്. എന്താണ്? എന്ത് പ്രശ്നം വന്നാലും എന്ത് വന്നാലും ഞാൻ സന്തോഷമായിട്ട് ജീവിക്കാൻ പരിശ്രമിക്കും. ഇനി പ്രശ്നം വന്നെന്ന് പറഞ്ഞ് ദുഃഖിച്ചൊന്നും നടക്കാൻ പറ്റില്ല. എന്ത് വന്നാലും സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. പറഞ്ഞേ ഹല്ലേലൂയ. അതെന്തുകൊണ്ടാണ് അങ്ങനെ സന്തോഷമായി ഇരിക്കേണ്ടത്? അങ്ങനെ സന്തോഷമായി ഇരിക്കേണ്ടതിൻ്റെ കാരണം നമ്മൾ വചനത്തിൽ വായിക്കുകയാണ്. പരിശുദ്ധാത്മാവ് കർത്താവായ യേശുവിൻ്റെ വചനം പറയുകയാണ്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. മനസ്സിലായോ? അതാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങൾ ബംഗാളികൾ വല്ലതും ആണോ? മലയാളികളല്ലേ? എന്നാൽ അനങ്ങയും പ്രതികരിക്കുകയും ചെയ്യണം കേട്ടോ. അറിയാൻ വയ്യാത്തൊരു നാട്ടിൽ വന്ന് അപരിചിതനായിട്ട് ഒരാൾ നിൽക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവില്ല. മനസ്സിലായില്ലേ? അതായത് അറിയാൻ വയ്യാത്തൊരു നാട്, അറിയാൻ വയ്യാത്ത മനുഷ്യരുടെ മുമ്പിൽ വന്നിങ്ങനെ, ഒന്നാതെ എനിക്ക് മനുഷ്യരെ പേടിയാണ്, മുമ്പിൽ നിൽക്കാൻ പേടിയാണ്. അപ്പോൾ അറിയാൻ വയ്യാത്തൊരു നാട്, അറിയാൻ വയ്യാത്ത മനുഷ്യർ അവരുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഒന്ന് അനങ്ങുമെങ്കിലും ചെയ്യണം. നിങ്ങൾ പാകിസ്ഥാനും ഞാൻ ഇന്ത്യ എന്നുള്ള രീതി ഇരിക്കരുത്. ഞാൻ ഭരണപക്ഷവും നിങ്ങൾ പ്രതിപക്ഷമാണെന്ന് വിചാരിച്ചിരിക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലായോ? ഓക്കെ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. രണ്ടാമത്തെ കാര്യം, അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ അതിൻ്റെ ഒരു രഹസ്യമാണ് ഇടവിടാതെ പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥിക്കുന്നവർക്ക് സന്തോഷം ഉണ്ടാവും. അതെങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് സന്തോഷം ഉണ്ടാവുന്നത്? അതായത് എനിക്ക് എന്തെങ്കിലും മനപ്രയാസം വരുമ്പോൾ ഞാൻ ഒരു വെന്റിലേഷൻ കണ്ടെത്താറുണ്ട്.
അതിതാണ്. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഒരു ഡയറി ഉണ്ട്. ആ ഡയറിക്കകത്ത് പോയി ഞാൻ ഈ മനപ്രയാസം എഴുതി വെക്കും. എഴുതി കർത്താവിൻ്റെ അടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ സന്തോഷമായിട്ട് ജീവിക്കും. അതെന്താണ്? അതാണ് പ്രാർത്ഥനയിലെ ഉറപ്പ്. പ്രാർത്ഥിക്കുന്നവൻ്റെ ഉറപ്പതാണ്. ഇത് ദൈവത്തെ ഏൽപ്പിച്ച് കഴിഞ്ഞു, അതാണ് പ്രാർത്ഥന. എന്താണ് പ്രാർത്ഥന? ഒരു വിഷയം ദൈവത്തെ ഭരമേൽപ്പിക്കുന്നതാണ് പ്രാർത്ഥന. ഒരു വിഷയം ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്നതിൻ്റെ പേരാണ് പ്രാർത്ഥന. പ്രാർത്ഥനയുടെ ഒരർത്ഥം അതാണ്. പ്രാർത്ഥനയുടെ പ്രാഥമിക അർത്ഥം അതാണ്. പ്രൈമറി മീനിങ് ഓഫ് പ്രെയർ ഈസ് ഹാൻഡിങ് ഓവർ യുവർ പ്രോബ്ലം ടു ദ ഫീറ്റ് ഓഫ് ജീസസ് ഈസ് ദ പ്രെയർ, ഈസ് യുവർ പ്രെയർ. അപ്പോൾ ദൈവത്തിൻ്റെ കാൽച്ചുവട്ടിലേക്ക് നിങ്ങളുടെ സമസ്ത നീറുന്ന പ്രശ്നങ്ങളെയും എടുത്തു വെക്കുന്ന പരിപാടിയുടെ പേരാണ് പ്രാർത്ഥന. അപ്പോൾ ഒരാൾ അതെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെടുത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി കർത്താവ് അതിനകത്ത് ഇടപെട്ടോളും. ദൈവത്തിനൊരു തീരുമാനം ഉണ്ടാവും. ദൈവത്തിൽ നമുക്കുള്ള ഉറപ്പതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് പ്രിയ മക്കളെ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞേ ബംഗാളികളെ? എന്താണ് പ്രാർത്ഥന? ദൈവത്തെ വിശ്വസിക്കാനെന്ന് ഞാൻ പറഞ്ഞില്ല. എന്താണ് പ്രാർത്ഥന? നമ്മുടെ വിഷയങ്ങൾ ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന പരിപാടിയുടെ പേരാണ് പ്രാർത്ഥന. അതാണ് പ്രാർത്ഥന. അപ്പോൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം. അങ്ങനെ ഇടവിടാതെ പ്രാർത്ഥിച്ചാൽ സന്തോഷം ഉണ്ടാവും. കാരണം പിന്നെ ഭാരമില്ലല്ലോ. ഭാരം കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഒരു വ്യക്തിക്ക് ഭാരമില്ല. കർത്താവിൻ്റെ കയ്യിൽ ആ ഭാരം ഏൽപ്പിച്ചു കഴിഞ്ഞു. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം. ഇനി അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കണം. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കണം. അത് ജീവിതത്തിൽ നമ്മളൊരു നിയമമായി ഏറ്റെടുക്കണം. മറന്നുപോകും നമ്മൾ. ചിലപ്പോൾ മറന്നു. എല്ലാ കാര്യത്തിനും നന്ദി പറയണം. പ്രാർത്ഥനയിലെ ഒരു പ്രധാനപ്പെട്ട പങ്കെന്ന് പറയുന്നത് ദൈവത്തിന് നന്ദി പറയുകയാണ്. എല്ലാ കാര്യത്തിനും നന്ദി പറയണം. ഒരു കാര്യത്തിന് നന്ദി പറഞ്ഞാൽ, ശ്രദ്ധിക്കുക, ഒരു കാര്യത്തിന് നന്ദി പറഞ്ഞാൽ പിശാചിന് അതിൻ്റെ മേലുള്ള അവകാശമില്ലാതാവും. ഒരു കാര്യത്തിൻ്റെ മഹത്വം ദൈവത്തിന് കൊടുത്താൽ, ദൈവമേ ഇത് നീ തന്നതാണ്, നിനക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെതായി മാറും. പറഞ്ഞേ ഹല്ലേലൂയ. പഴയ നിയമത്തിൽ എന്ത് കാര്യവും ബലിപീഠത്തിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ദൈവത്തിൻ്റെതാണ്. ബലിപീഠത്തിൽ കൊടുക്കുന്നത് ദൈവത്തിൻ്റെതാണ്. നന്ദി പറഞ്ഞ് കർത്താവിൻ്റെ കാൽച്ചുവട്ടിൽ വെക്കുന്നത് ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് ദൈവത്തിന് പിന്നെ അതിൻ്റെ മേലൊരു നിയന്ത്രണം ഉണ്ടാവും. വീടിനെക്കുറിച്ച് നന്ദി പറഞ്ഞാൽ വീടിൻ്റെ മേലും, ശരീരത്തെക്കുറിച്ച് നന്ദി പറഞ്ഞാൽ ശരീരത്തിൻ്റെ മേലും, കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നന്ദി പറഞ്ഞാൽ അവയുടെ മേലുമെല്ലാം ദൈവത്തിൻ്റെ ഒരു നിയന്ത്രണം ഉണ്ടാവും. അതാ പറയുന്നത്. അപ്പോൾ പറയുകയാണ്, എല്ലാ കാര്യത്തിലും എന്ത് ചെയ്യണം? നന്ദി പ്രകാശിപ്പിക്കണം. ഇപ്പോൾ ഒന്നുകൂടെ വായിക്കാം. 1 തെസ്സലോനിക്കർ 5 നമ്മൾ വായിച്ച വചനം ഒന്ന് വായിച്ച്. ഏതാണ്? എപ്പോഴും, ഉറക്കെ വായിക്കാമോ? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിക്കുന്ന ദൈവഹിതം. അപ്പോൾ ഇനി മറ്റൊരു വചനം കൂടി ഇതിനോട് ചേർത്ത് വായിക്കാനുണ്ട്. അത് ഫിലിപ്പി ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിലാണ്. ഫിലിപ്പി ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള തിരുവചനം. ബൈബിൾ കൊണ്ടുവന്നോ? ഹലോ, കൊണ്ടുവന്നോ? കൊണ്ടുവന്നോ? എന്താണാവോ പറയുന്നേ? അങ്ങനെയാണോ പറഞ്ഞേ? ഓക്കെ, ശരി. അപ്പോൾ വായിച്ചേ. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. അപ്പോൾ സന്തോഷിക്കേണ്ടത് ആരിലാണ്? എപ്പോഴും സന്തോഷിക്കണം. ആരിലാണ് സന്തോഷിക്കേണ്ടത്? നമ്മുടെ കർത്താവിൽ. കർത്താവിൽ സന്തോഷിക്കുവിൻ. നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ആരിലാണ് സന്തോഷിക്കേണ്ടത്? കർത്താവിൽ സന്തോഷിക്കും. അപ്പം നമ്മുടെ സന്തോഷം വെക്കേണ്ടത് കർത്താവിലാണ്. വേറെ ആരിൽ വെച്ചാലും ആ സന്തോഷം പതുക്കെ പതുക്കെ നഷ്ടപ്പെടും. സന്തോഷം വെക്കേണ്ടത് ആരിലാണ്? കർത്താവിൽ സന്തോഷം വെക്കണം. അടുത്ത വാക്യം. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. നിങ്ങൾ ഉറക്കെ വായിക്കാവോ? കുറച്ചുകൂടെ. നിങ്ങൾ ഉറക്കെ വായിക്കുന്നുണ്ടോ? ഞാൻ കേൾക്കാത്തതാണോ? എൻ്റെ ചെവിക്ക് എന്തോ കുഴപ്പമുണ്ടോ? ഉണ്ടല്ലേ എൻ്റെ ചെവിക്ക്?
ചെവിക്കേ ഉള്ളായിരുന്നു, കുഴപ്പമില്ലാതിരുന്നേ. അപ്പോൾ ഡിസ്റ്റൻസ് ഒന്നുമല്ല. പിന്നെ നിങ്ങൾ തിരുവനന്തപുരത്ത് വാ, എന്ത് ഡിസ്റ്റൻസ്? ഈ കടലോരത്ത് കടപ്പുറത്തെ കൺവെൻഷനുകൾ ഞാൻ കാണിച്ചു തരാം. അങ്ങിരിക്കും, അങ്ങ് ദൂരെ. പക്ഷെ ഇവിടെ കേൾക്കാം. എനിക്ക് ഒരു സഹായം നിങ്ങൾ ചെയ്തു തന്നാൽ മതി. വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന വോളിയത്തിൽ വായിച്ചാൽ മതി. അതിൽ കൂടുതൽ സഹായമൊന്നും നിങ്ങൾ ചെയ്തു തരണ്ട. നിങ്ങൾ ഈ ആളുകളോട് ദേഷ്യം വരുമ്പോൾ സംസാരിക്കുന്ന ഒരു വോളിയം ഉണ്ടല്ലോ, അതിനപ്പുറത്തൊന്നും എടുക്കാൻ ഞാൻ പറയുന്നില്ല. അത്രയും വോളിയത്തിൽ എന്നെ ഈ ബൈബിൾ വായിച്ചാൽ മതി. അത്രയും ചെയ്യാവോ? എന്നാൽ വായിച്ചോ. വഴക്കുണ്ടാക്കത്തില്ലേ? പിന്നെ ആരോടായി പറയുന്നത്? ഭർത്താവ് വന്നിട്ടുണ്ടോ? പിന്നെ അതാ ധൈര്യമായിട്ട് പറയണേ. ഓക്കെ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഇനി വായിക്കാം. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും അതൊന്നുകൂടെ വായിച്ചേ. ഒന്നിനെക്കുറിച്ചും ആകുലരാകരുത്. കണ്ടോ? അതാണ് സന്തോഷം. ഒന്നിനെക്കുറിച്ചും ആകുലരാകരുത് പറയുകയാണ്. എന്തുകൊണ്ട് ആകുലരാകരുത്? എന്ത് ചെയ്താൽ മതി? പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കണം. അതായത് കർത്താവിനോട് സകല കാര്യങ്ങളും പറയണം. എല്ലാ പ്രയാസങ്ങളും കർത്താവിനോട് പറയണം. ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. എപ്പോഴും നാഴികയ്ക്ക് 40 വട്ടം പറയണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എഴുതി വെക്കുമെന്ന് പറഞ്ഞു. ഒറ്റത്തവണ എഴുതൂ, പിന്നെ ആ പഞ്ചായത്തിലേക്ക് തിരിഞ്ഞു പോലും നോക്കത്തില്ല. അപ്പോൾ അതിനകത്ത് തീരുമാനം ഉണ്ടാവും. ദൈവം ഇടപെട്ടിരിക്കും. നമ്മൾ കർത്താവിനെ ഏൽപ്പിച്ച കാര്യമാണ്. അപ്പോൾ അതാണ് പറയുന്നത്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കണം. അപ്പോൾ എന്താണ് അതിൻ്റെ റിസൾട്ട്? അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഇതാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ കാൽച്ചുവട്ടിലേക്ക് വെച്ചാൽ നമുക്ക് ഒത്തിരി സമാധാനം കിട്ടും. സമാധാനം ദൈവം തരും. നമ്മളെ അലട്ടുന്ന ഭാരവും പ്രയാസവും എവിടെ വെക്കണം? യേശുവിൻ്റെ കാൽച്ചുവട്ടിൽ വെക്കണം. അപ്പോൾ അതിനാണ് പ്രിയമക്കളെ, പ്രാർത്ഥനാ ജീവിതം വേണം. പ്രാർത്ഥിക്കാൻ സമയം വേണം. എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ നമ്മൾ സാധാരണയായി ചെയ്യുന്ന ഒരു കാര്യം എന്തെന്നറിയാമോ? നമ്മൾ നമ്മുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം നമ്മുടെ അകത്ത് ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കും. ചേച്ചിമാരാണെങ്കിൽ കുറച്ച് കരയുമായിരിക്കും. ചേട്ടന്മാരത്രയും പോലും ചെയ്യത്തില്ല. കേരളത്തിൽ ഹാർട്ട് അറ്റാക്ക് നിരക്ക് സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ കൂടുതൽ? അറ്റാക്ക് ഒന്ന് വരിക്കുന്ന ആരാ? ചേട്ടന്മാരാണോ ചേച്ചിമാരാണോ? കൂടുതലും ചേട്ടന്മാരാണ് അല്ലേ? എന്താ കാരണം? ചേച്ചിമാർ പീഡിപ്പിച്ചാണോ? അല്ല, മറിച്ച് ഇതൊന്നും ആരോടും പറയില്ല. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ആരോടും പറയില്ല. ഇങ്ങനെ തന്നെ കൊണ്ട് നടക്കും. നിങ്ങൾ ഭാര്യയോട് പറയണമെന്ന് ഞാൻ നിർബന്ധമൊന്നും പറയുന്നില്ല. ഇനി ഭാര്യയോട് പറഞ്ഞാൽ അത് വിവാഹമോചനത്തിൽ എത്തുമെങ്കിൽ പറയൊന്നും വേണ്ട. എന്നാൽ എന്ത് ചെയ്യുക? അത് കർത്താവിനോട് പറയാമല്ലോ. കർത്താവിൻ്റെ സന്നിധിയിൽ അത് സമർപ്പിക്കണം. എന്താ ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രശ്നം ഞാൻ പറയാം. കേൾക്കുന്നുണ്ടോ? ഞാൻ മനസ്സിലാക്കിയ പ്രശ്നം ഇതാണ്. അതായത് ആളുകൾ ഉള്ളിലിട്ട് ഇങ്ങനെ ദുഃഖിച്ച് നടക്കും. അതിനെക്കുറിച്ച് ആകുലപ്പെടും, ചിന്തിക്കും, ദുഃഖിക്കും, ആകുലപ്പെടും, ഭാരപ്പെടും. ദൈവത്തോട് പറയില്ല. എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? ഈ പ്രാർത്ഥനാ പായ എന്ന് പറയുന്നൊരു പായമുണ്ട്. കടയിലൊക്കെ അങ്ങനെ പോയി ചോദിച്ചാൽ കിട്ടത്തില്ല. സാധാരണ പായയാണത്. അത് പോയി വാങ്ങണം. ഈ കട കോഴിക്കോട് അങ്ങാടി പോയിട്ട് ഒരു പ്രാർത്ഥനാ പായ തരാൻ പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമെന്നറിയില്ല. എന്നാൽ യോഗാമാറ്റൊക്കെ കിട്ടും. അത് കിട്ടും. പക്ഷേ പ്രാർത്ഥനാ പായ വിപണിയിൽ ഇറങ്ങിയിട്ടില്ല. ഇനി വല്ല കത്തോലിക്കർ ഇറക്കിയെങ്കിലേ ഉള്ളിനി. അപ്പോൾ പ്രാർത്ഥനാ പായ എന്ന് പറയുന്ന ഒരു പായ സാധാരണ പായയാണ്. ഒരു പായ വാങ്ങണം. എന്നിട്ട് നിലത്തിരിക്കണം. നിലത്തിപ്പോൾ ഇരിക്കാറില്ല നമ്മൾ, അല്ലേ? അധികം ഇരിക്കാറില്ല. ഇരിക്കുമോ? നിലത്തിരിക്കുന്ന കുറവാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു മത്സരം വെക്കാൻ വേണമെങ്കിൽ എത്ര പേർക്ക് നിലത്ത് ഇങ്ങനെ ചമ്രം പടഞ്ഞിരിക്കാം? വേണ്ട, അത്രയേ ഉള്ളൂ. എന്നാലും ഒരു 15 പേരെ കൈവയ്ക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ പ്രശ്നം എന്താണെന്നറിയാം? ഇന്നിപ്പോൾ നമ്മുടെ സൗകര്യം എല്ലാം കൂടിയതുകൊണ്ട് നിലത്ത് കുത്തിയിരിക്കുന്ന പരിപാടിയില്ല. ഇന്ത്യൻ ക്ലോസറ്റിന് പകരം യൂറോപ്യൻ ക്ലോസറ്റ് ആയതോടുകൂടി ഈ നിലത്തിരിക്കുന്ന പരിപാടിയുടെ ഒന്നാമത്തെ പരിപാടി തീർന്നു. പിന്നെ ഡൈനിങ് ടേബിളിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പരിപാടി തുടങ്ങിയതോടുകൂടി നിലത്തിരുന്ന് ആഹാരം കഴിക്കുന്ന പരിപാടിയും
ഇല്ലാതായി. പിന്നെ നിലത്തിരുന്ന് പണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ അതും ഇല്ലാതായി. ഇപ്പോൾ എല്ലാവരും കസേരയിലും സോഫയിലും ഒക്കെയാണ്. ഇപ്പോൾ കിടന്നുകൊണ്ടും പിന്നെ ഈസി ചെയറിലും പിന്നെ ഊഞ്ഞാലിലും ഒക്കെയാണ് പ്രാർത്ഥന. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഈ പറയുന്നവർക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരുമായി യാതൊന്നുമായിട്ടും യാതൊരു ബന്ധമില്ല. ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് തികച്ചും യാദൃച്ഛികം മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ നിലത്തിരിപ്പില്ല. കൂടുതലും ആളുകൾ ഇങ്ങനെ കംഫർട്ടബിളായിട്ട്, അത് നിങ്ങൾക്ക് സൗകര്യമായിട്ടിരുന്നോ കുഴപ്പമൊന്നുമില്ല. പണ്ടൊക്കെ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ കസേരയൊന്നും ഇല്ലല്ലോ, എല്ലാം നിലത്തായിരിക്കുന്നത്. അപ്പം നിലത്തിരുന്ന് കൈയും കാലും എല്ലാം നൂരുമായിരുന്നു. ഇപ്പം കൈയും കാലും ഒന്നും അങ്ങനെ ജോയിൻ്റൊന്നും അങ്ങോട്ട് വഴങ്ങത്തില്ല, കാരണം നിലത്തിരിപ്പില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവാൻ കൂടിയാണ് ഞാൻ പറയുന്നത്, സാധിക്കുന്നിടത്തോളം പ്രാർത്ഥിക്കുമ്പോൾ വെറും നിലത്തിരുന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. അതൊരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഒന്ന് അങ്ങനെ ഇരുന്നാൽ നിങ്ങൾക്ക് ആരോഗ്യവും ഉണ്ടാകും. അത് നിങ്ങൾ ആരാണെന്ന് ഓർമ്മിപ്പിക്കും. ഞാൻ വൈദികനായതിൻ്റെ പിറ്റേ ദിവസം ഞാൻ പരിശുദ്ധ കുർബാന, ആദ്യത്തെ കുർബാന അർപ്പിക്കുമ്പോൾ, കുർബാന അർപ്പണം കഴിഞ്ഞ് ഈ ആശംസകളുണ്ടല്ലോ, KSRTC ബസ് പുതുതായിട്ടൊരു പ്രദേശത്ത് വരുന്ന പോലെയാണ്. അച്ഛന്മാർ ആദ്യമായിട്ട് കുർബാന അർപ്പിക്കാൻ വരുന്ന ആദ്യ കുർബാനയുണ്ട് അല്ലേ, അന്ന് പൂമാല പൂച്ചെണ്ട് പിന്നെ അങ്ങനെ ഭയങ്കര സ്വീകരണമാണ്. പക്ഷേ അടുത്ത കർത്താലിൽ ആദ്യം കല്ലെറിയുന്നത് ഈ ബസ്സിനിട്ടായിരിക്കും. അതാണ് അതിൻ്റെ തലവര. അപ്പോൾ ഏതായാലും ഈ പിന്നെ പുതിയ KSRTC ബസ് ഇതാ വന്നു കഴിഞ്ഞു. അപ്പോൾ ഭയങ്കര സ്വീകരണമാണ്. അപ്പോൾ എൻ്റെ നാട്ടിൽ ഞാൻ ജനിച്ചു വിടുന്ന സ്ഥലത്ത് ഭയങ്കര സ്വീകരണവും ആശംസയും പൂച്ചെണ്ടും പൂമാലയും സമ്മാനവും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനായ വൈദികൻ എനിക്കൊരു ഉപദേശം തന്നു. ആ ഉപദേശം ഇതായിരുന്നു: മോനെ, നിന്നെ ദൈവം ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. അതേ ഒരു പ്രവചനം പോലെ പറയുകയാണ്. നിന്നെ ദൈവം ഒരുപാട് കാര്യങ്ങൾക്കെടുത്ത് ഉപയോഗിക്കും, നിന്നെ ദൈവം അനുഗ്രഹിക്കും. എനിക്ക് നിനക്കൊരു ഉപദേശം തരാനുണ്ട്. നീ ഒരിക്കലും എവിടെ ആയാലും എവിടെ എത്തിയാലും വന്ന വഴി മറക്കരുത്. അന്ന് കേട്ടപ്പോൾ ഒരിത്തിരി പ്രയാസം തോന്നി. അതെന്താ ഇപ്പം ഇങ്ങനെ പറയുന്നതെന്നൊക്കെ തോന്നി. പക്ഷേ ജീവിതത്തിൽ കിട്ടിയ ഉപദേശങ്ങളിൽ ഏറ്റവും വിലപ്പെട്ട പാഠങ്ങളിൽ ഒന്നായിരുന്നു അത്. വന്ന വഴി മറക്കരുത്. അത് ഈ വന്ന വഴി മറക്കാതിരിക്കാൻ സഹായിക്കും. എവിടെയാ? ഈ നിലത്തിരിക്കുമ്പോൾ നമ്മൾ ആരും അല്ല എന്ന് മനസ്സിലാവും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഞങ്ങൾ ഈ കൺവെൻഷനൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ വെപ്രാളപ്പെട്ട് ഇവിടുന്ന് ഇറങ്ങി ഓടി അങ്ങ് രാത്രി ചെല്ലുമ്പോൾ, രാത്രി 11-12 മണിയാക്കുമ്പോൾ റോഡിൽ തട്ടുകടകളുടെ സൈഡിൽ കഴിക്കാൻ വേണ്ടി നിർത്തും. അപ്പോൾ ഇവരെൻ്റെ അടുത്ത് പറയും, അച്ഛാ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് തരാമെന്ന് പറയും. അപ്പോൾ ഞാൻ പറയും, വാങ്ങിച്ചുകൊണ്ട് തരണം, ഞാൻ വരാം. എന്നിട്ട് അവിടെ തട്ടുകടയുടെ അവിടെ പോയി ഫ്രണ്ടിൽ പോയി ഇരിക്കും. അപ്പോൾ അവർ, അച്ഛൻ അങ്ങനെ ഇരിക്കട്ടെ. അതിൽ അച്ഛൻ അങ്ങനെ ഇരിക്കരുത്, അച്ഛൻ നാണക്കേടാണ്. ഞാൻ പറയും, ഞാൻ ഇരിക്കുന്നത് എനിക്കൊരു എക്സസൈസാണ്. എന്താണെന്നറിയാമോ? ഞാൻ എന്നെ ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ ആരുമല്ല. ദൈവം ഒരു നിയോഗം തന്നു, ദൈവം വചനം പ്രഘോഷിക്കാൻ തന്നു, കുറച്ച് പേർക്കൊക്കെ അറിയാം. അതിനപ്പുറത്ത് ഞാൻ ആരുമല്ല, അതൊന്നുമല്ല. അത് ഞാൻ എന്നെ നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തരുത്, നിങ്ങൾ എന്നെ വണ്ടിയിലൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്ന് വലിയവനാക്കരുത്. മറിച്ച് ഞാൻ ആരുമല്ല. പറഞ്ഞേ ഹല്ലേലൂയാ. അത് ഈ തട്ടുകടയിലിരുന്ന് ദോശ തിന്നുമ്പോൾ എനിക്ക് ഓർമ്മ വരും, ഞാൻ വന്നത് എവിടെ നിന്നാണെന്ന്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിലത്തിരുന്ന് പഠിക്കണം. അപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥനാപ്പായ വിരിച്ച് നിലത്തിരുന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഈ കാര്യങ്ങൾ, വിഷമങ്ങളൊക്കെ ഈശോയോട് പറയണം. അതൊരു തെറ്റല്ല, അങ്ങനെ പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല. അതിൽ തന്നെ ജീവിതകാലം മുഴുവൻ നിൽക്കാതിരുന്നാൽ മതി. പ്രാർത്ഥനാ ജീവിതം വളരാനുണ്ട്, അത് അടുത്ത കാര്യം. പക്ഷേ ഈ കാര്യം, എല്ലാ കാര്യങ്ങളും കർത്താവിനോട് പറയണം. ഇങ്ങനെയാണ് പറയുന്നത്, ശ്രദ്ധിച്ച്, ഇങ്ങനെയാണ് പറയുന്നത്: ദൈവസന്നിധിയിൽ റെഫർ ചെയ്യാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അതായത് കർത്താവിനോട് പറയാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. 2 രീതിയിൽ ഇത് പറയാം. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇത് കർത്താവിനോട് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ 2 രീതിയിൽ പറയാം. ഒന്നാമത് 2 സ്ഥലത്ത് പറയാം. എവിടെയൊക്കെയാണ് നമ്മൾ നമ്മുടെ ജീവിതം കർത്താവിനോട് പറയുന്നത്? എവിടെയൊക്കെയാണ്? 1 കുമ്പസാരക്കൂട്ടിലും പറയാം, 2 പ്രാർത്ഥനാ മുറിയിലും പറയാം. ഈ 2 സ്ഥലത്താണ് നമ്മൾ നമ്മുടെ ജീവിതം കർത്താവിൻ്റെ മുമ്പിൽ, ഈ 2 സ്ഥലത്ത് സത്യസന്ധരായിരിക്കണം. അവിടെ ഒരു കള്ളത്തരവും കാണിക്കരുത്. അല്ലാതെ അച്ഛൻ എന്നാ വിചാരിക്കുമെന്ന് ഓർത്തിട്ട് നല്ല പാവങ്ങൾ മാത്രം സെലക്റ്റഡ് ആയിട്ട് പറയുകയും പിന്നെ കൊള്ളരുതാത്ത പാവം എല്ലാം മാറ്റിവെക്കുകയും ചെയ്യുന്നതിന് അത് തുറന്നു പറച്ചിലല്ല, അതവിടെ ഒരു കൃപയും വർക്ക് ചെയ്യുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഈ 2 സ്ഥലത്ത് നമ്മൾ സത്യസന്ധരായിരിക്കണം, സത്യസന്ധരാവണം. എവിടെയൊക്കെയാണ് സത്യസന്ധരാവേണ്ടത്? 1 കുമ്പസാരക്കൂട്ടിലും 2 പ്രാർത്ഥനാ മുറിയിലും. ഈ 2 സ്ഥലത്തും നമ്മൾ ദൈവത്തോട് നമ്മുടെ ജീവിതം എന്താണെന്ന് തുറന്നു പറയണം. അപ്പോൾ അതിന് സമയം കണ്ടെത്തണം. ഇതാണ് എനിക്ക് ആദ്യം പറയാനുള്ള, ആമുഖമായിട്ട് പറയാനുള്ളൊരു ഉപദേശം.
പ്രായോഗികമായ ഒരു കാര്യം പറയുകയാണ്. അപ്പം നമ്മൾ കർത്താവിനോട് തുറന്ന് പറയണം. അത് നമ്മളെ ആരോഗ്യമുള്ളവരായി ജീവിക്കാൻ സഹായിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം പറയാം. ഈ നടുവിൻ്റെ വേദന മൂലം പ്രയാസപ്പെടുന്ന മക്കളെല്ലാം ഒന്ന് കൈപൊക്കിക്കേ. നന്നായിട്ടൊന്ന് കൈ ഉയർത്തിക്കോ. അതായത് ഒരു വചനം പ്രഘോഷിക്കപ്പെടുന്ന സമയത്ത് കൈവെക്കണം, കൈ ആക്കരുതേ. നടുവിൻ്റെ വേദന നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോവാണ്, കർത്താവ് അത് ഇടപെടാൻ പോവാണ്. അപ്പോൾ ഈ വചനം പ്രഘോഷിക്കപ്പെടുന്ന സമയത്ത് ദൈവം വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സുഖപ്പെടുത്തും. ഇപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എനിക്കൊരു സന്ദേശം തരുന്നുണ്ട്. ഈ നടുവിൻ്റെ വേദനയുള്ള അനേകം മക്കളിൽ ഈശോ ഇടപെടുന്നുണ്ട്. അപ്പോൾ ഒന്ന് കണ്ണടച്ചിട്ട് അങ്ങനെയുള്ളവർ ഒരു നിമിഷം ഈ വചനം ഞാൻ ഈ പറഞ്ഞതൊന്ന് വിശ്വസിക്കുക. കർത്താവായ യേശുവിന് നമ്മുടെ നടുവിനെ സുഖപ്പെടുത്താൻ കഴിയും. നിങ്ങളുടെ ആ കൈ ഒന്ന് ഈ നടുവിലേക്കൊന്ന് വെച്ചോ. ഒരു കൈ മറുകൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചോ. അപ്പോൾ എന്നിട്ട് ഇപ്രകാരം ഒന്ന് ഏറ്റു പറയാം: ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. മതി. ഒന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോൾ ഇതാണ്. അപ്പോൾ എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ള കാര്യം, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, ഇടപെടാതെ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കണം. ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാവോ? ഒന്ന് കണ്ണടച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ. അതിനം തുറന്ന് സ്തുതിച്ചേ. പോരാ, ഒരു 10 പേര് നമ്മുടെ സ്വരം കേൾക്കട്ടെ. നന്നായിട്ട് സ്തുതിച്ചേ. വിട്ടുകൊടുത്ത് സ്തുതിച്ചേ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ഇനി ഒരു അഭിഷേകം, ഈ രാത്രിയിൽ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ അഭിഷേകമാണ് നമ്മൾ സക്കറിയ പ്രവചനത്തിൽ വായിക്കുന്ന ഒരു അഭിഷേകം. അത് മത്തായി എടുത്തിട്ട് അവിടുന്ന് പുറകോട്ട് മറിച്ചാൽ മലാക്കി കിട്ടും. മലാക്കിയുടെ പുറകിൽ സക്കറിയ മറഞ്ഞിരിപ്പുണ്ട്. മത്തായിയുടെ പുറകിൽ ആരുണ്ട്? മലാക്കിയുണ്ട്. മലാക്കിയുടെ പുറകിൽ ആരുണ്ട്? എടുത്തോ, പെട്ടെന്ന് എടുത്തോ. എടുക്കാനാ പറഞ്ഞേ, അല്ലെങ്കിൽ ഇനി കൺവെൻഷൻ 5-ാം ദിവസം ആവും സക്കറിയൊക്കെ എടുത്തു വരുമ്പോഴത്തേന്. മത്തായിയുടെ പുറകിൽ ആരാ മോളെ? മലാക്കിയുടെ പുറകിലോ അവരങ്ങനെ നിൽക്കുന്നത്, അവരിങ്ങനെ പുറകെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മത്തായിയുടെ പുറകിൽ മലാക്കിയുണ്ട്. മലാക്കിയുടെ പുറകിൽ ആരുണ്ട്? കിട്ടിയോ? സക്കറിയ പ്രവചനം 12-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ, അല്ലെങ്കിൽ 10-ാമത്തെ വാക്യം. സക്കറിയ 12:10 ഉറക്കെ വായിക്കാം. സക്കറിയ 12:10 വായിക്കാം. ഉറക്കെ വായിച്ചു. ഞാൻ ദാവീദ് ഭവനത്തിൻ്റെയും ജെറുസലേം നിവാസികളുടെയും മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. ഒരു ചൈതന്യം, ഒരു അഭിഷേകം പകരും. ഒരു വചനം പുറപ്പെട്ടു വരുമ്പോൾ, ഒരു വചനം പരിശുദ്ധാത്മാവ് ഒരു ദേശത്തോട് സംസാരിക്കുമ്പോൾ ആ വചനം ഒരു അഭിഷേകമായിട്ട് മാറും. ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് നോക്കാമോ? മാറ്റരുത്, അവിടെ തന്നെ വിരൽ വെച്ചിരിക്കുക. പുസ്തകം അടയ്ക്കരുത്, എന്നെ നോക്കുക. അതായത് ഒരു വചനം, ഈശോ പാപിനിയായ സ്ത്രീയോട് ഈശോ ഇങ്ങനെ പറഞ്ഞു, മേലിൽ പാപം ചെയ്യരുത്. യേശു ഒരു വചനം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വചനമാണോ പറയുന്നത് ആ അഭിഷേകം യേശു പറയുന്ന വചനത്തിനകത്ത് നിന്ന് കേൾക്കുന്നവരിലേക്ക് വ്യാപിക്കും. അതുകൊണ്ട് ആ സ്ത്രീയോട് പറഞ്ഞു, മേലിൽ പാപം ചെയ്യരുത്. ചോദ്യം, ആ സ്ത്രീ പിന്നീട് പാപം ചെയ്തോ? അവൾ ജീവിച്ചിരുന്ന അവളുടെ ആ ഭയാനകമായ മോശപ്പെട്ട പാപജീവിതത്തിലേക്ക് തിരിച്ചു പോയോ? തിരിച്ചു പോയില്ല. അത് യേശു പറഞ്ഞ വചനം, ആ വചനത്തിനകത്തെ ശക്തി അവളിലേക്ക് ഒഴുകി ഇറങ്ങിയത് കൊണ്ടാണ്. അപ്പോൾ യേശു ഒരു വചനം പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് ഒരു വചനം പറഞ്ഞാൽ അതിനകത്ത് നിന്ന് അനുവാചകരിലേക്ക്, കേൾവിക്കാരിലേക്ക്, ശ്രോതാക്കളിലേക്ക് ഒരു ശക്തി ഒഴുകി ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് ഒരു വചനം ഉച്ചരിക്കപ്പെടുമ്പോൾ ആ വചനം ഒരറിവ് മാത്രമല്ല, ആ വചനം ഒരു ശക്തി കൂടി നമ്മളിലേക്ക് ഒഴുക്കി തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വായിക്കണം. ഇപ്പോൾ ഇത് പറയുകയാണ്, അന്ന് ആ നാളുകളിൽ ഞാൻ എന്തു ചെയ്യും? ദാവീദ് ഭവനത്തിൻ്റെയും ജെറുസലേം നിവാസികളുടെയും മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. ഒരു അനോയിൻറ്റിങ്, ഒരു കൃപ, ഒരു പരിശുദ്ധാത്മ ശക്തി ദൈവം ജനത്തിൻ്റെ മേൽ വർഷിക്കും. അന്ന് വാഗ്ദാനമാണത്. ആ വാഗ്ദാനം ഒരിക്കൽ കൂടെ വായിക്കാം. സക്കറിയ 12:10 വായിക്കാം. ഞാൻ ദാവീദ് ഭവനത്തിൻ്റെയും ജെറുസലേം നിവാസികളുടെയും മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. മനസ്സിലായോ? അപ്പോൾ അത് ഒരു വാഗ്ദാനമാണ്. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. അപ്പോൾ അടുത്തത് ഇങ്ങനെയാണ്. അപ്പോൾ എന്തു ചെയ്യും? അപ്പോൾ
ആ ചൈതന്യം, ആ കൃപ കിട്ടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്ന പോലെ അവർ കരയും, ആദ്യജാതനെ പ്രതി എന്ന പോലെ ദുഃഖത്തോടെ വിലപിക്കും. അതായത് മക്കള് മരിച്ചുപോയ അമ്മമാര് കരയുന്നത് പോലെ അവർ കരയും. അതെന്തിനാ? മക്കള് മരിച്ചതുകൊണ്ടല്ല കരയുന്നത്. അവരന്ന് എന്ത് ചെയ്യും? തങ്ങളുടെ പാപത്തെ ഓർത്ത് കരയും. ഇതാണ് ചൈതന്യം, ഇതാണ് അഭിഷേകം. അപ്പോൾ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഒരു അഭിഷേകമാണ് നമ്മുടെ ജീവിതത്തെ നോക്കി കരയാനുള്ള ഒരു അഭിഷേകം. നമ്മുടെ ജീവിതത്തിൻ്റെ ബലഹീനതകളെ നോക്കി കരയാനുള്ള ഒരു അഭിഷേകം. നമ്മുടെ ജീവിതത്തിൻ്റെ പോരായ്മകളെ തിരിച്ചറിയാനുള്ള കൃപയുടെയും അനുതാപത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കൃപയുടെയും ഒരഭിഷേകം. തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിച്ചത് ഓർത്ത് കരയാനും വിലപിക്കാനും ഒരഭിഷേകം. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി സക്കറിയ മറിച്ച് മലാക്കിയും മറിച്ച് മത്തായിലേക്ക് വരിക. മത്തായിയുടെ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നുണ്ട്. അതായത് നമ്മൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുവചനം വായിക്കുക. മത്തായി 5:4 വായിക്കുക. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. മനസ്സിലായി? മതി. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ. മനസ്സിലാവുന്നുണ്ടോ? വിലപിക്കാൻ ഒരഭിഷേകം, കരയാൻ ഒരഭിഷേകം. എന്തോർത്തിട്ടാണ്? നമ്മുടെ ജീവിതത്തിൻ്റെ പോരായ്മകൾ ഓർത്ത് കരയാൻ ഒരഭിഷേകം. ഇതാണ് റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൽ വീണ്ടും പരിശുദ്ധാത്മാവ് പറയുന്ന ഒരഭിഷേകമാണിത്. റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം, 22ഉം 23ഉം വായിക്കാം. റോമൻസ് 8:22 and 23. റോമാലേഖനം 8-ാം അധ്യായം 22ഉം 23ഉം വായിക്കാമോ? സമസ്ത സൃഷ്ടികളും ഒന്നു ചേർന്ന് ഇതുവരെയും ഈറ്റുനോവ് അനുഭവിക്കുകയും നെടുവേർപ്പെടുകയും ചെയ്യുന്നു എന്ന് നമുക്ക് അറിയാം. സൃഷ്ടി മാത്രമല്ല, ആത്മാവിൻ്റെ ആദിഫലം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വ ലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞാൽ ശ്രദ്ധിക്കാവോ? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഗഹനമാണ്, കട്ടിയുള്ളതാണ്. ശ്രദ്ധിക്കാവോ? ഹലോ, ആരോടാ? സിസ്റ്റർമാരെങ്കിലും പറ. സമാധാനമായി. അപ്പോൾ ശ്രദ്ധിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ നമ്മൾ ആദ്യമായിട്ട് അനുഭവിച്ചത് എപ്പോഴാണ്? യേശുവിലൂടെയുള്ള രക്ഷ ഒരു വ്യക്തിയുടെ, ഇപ്പോൾ ചേട്ടൻ്റെ അകത്തേക്ക് യേശുവിലൂടെയുള്ള രക്ഷ ആദ്യമായിട്ട് കടന്നു വന്നത് എങ്ങനെയാണ്? ഇരുന്നാൽ മതി. മാമോദീസ എന്ന കൂദാശയിലൂടെയാണ് ചേട്ടൻ്റെ അകത്തേക്ക് രക്ഷ കടന്നു വന്നത്, ആണല്ലോ. അപ്പോൾ ഈ രക്ഷ കടന്നു വന്നപ്പോൾ ചേട്ടൻ അന്നൊരു കുഞ്ഞായിരുന്നു അല്ലേ? ഓർക്കുന്നുണ്ടോ ആ ദിവസം? ഇല്ല. 1980 ഓഗസ്റ്റ് 29 എൻ്റെ മാമോദീസ. ചേട്ടൻ്റെ ഓർമ്മയുണ്ടോ? എന്നാ? അതൊന്ന് കുറിച്ച് വെക്കണം. ജന്മദിനം മറന്നുപോയാലും മാമോദീസ ദിനം മറക്കരുത്. അന്ന് നമ്മൾ രക്ഷയുടെ അവകാശിയാകാൻ ദൈവം വിളിച്ച ആദ്യത്തെ ദിവസമാണ്. ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റിയ ദിവസമാണ്. അന്നാണ് എനിക്ക് ദാനിയേൽ എന്ന് പേരിട്ടത്. എനിക്കിഷ്ടമല്ലായിരുന്നു ആ പേര്. പറഞ്ഞുതരാൻ മോളെ. എന്തെന്നറിയോ? ഞാൻ ഈ അച്ഛനായിട്ട് ആദ്യത്തെ കൊല്ലമൊക്കെ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ ഫാദർ ഡാനിയേൽ വരുന്നു എന്ന് പറയുമ്പോൾ അവരൊരു വല്യപ്പനച്ഛനെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലെ ആളുകളൊക്കെ പറഞ്ഞൊരു ധാരണ, ഇത് വല്യപ്പന്മാർക്ക് ഇടുന്ന പേരാണ്. പക്ഷേ ഇപ്പോൾ പിള്ളേർക്കൊക്കെ പേരിടുന്നുണ്ട് ഡാനിയേൽ എന്ന്. പന്ന പിള്ളേർക്കെല്ലാം ഡാനിയേൽ എന്ന് പേരിടുന്നു. അല്ലല്ല, നല്ല പിള്ളേർ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഏതായാലും കേട്ടോണേ. അപ്പോൾ 1980 ഓഗസ്റ്റ് 29 കേട്ടോ, മാമോദീസ. അന്നാണ് രക്ഷയുടെ ആരംഭം. ഞാൻ രക്ഷയുടെ ആദ്യത്തെ ദിവസമാണ് എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ചോദ്യം ഇതാണ്, അന്ന് മാമോദീസായിൽ ഞാൻ രക്ഷയുടെ കൃപാവരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ശരിക്കും ഈ രക്ഷ കടന്നു വന്നത്, രക്ഷയെന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആ പാക്കറ്റ് പൊട്ടിക്കാൻ പോവാണ്. മാമോദീസായിൽ നടന്നത് എന്തൊക്കെയാണ്? ആ പാക്കറ്റ് ഒന്ന് പൊട്ടിക്കാൻ പോവാണ്.
അപ്പോൾ അന്ന് എന്തൊക്കെയാണ് നടന്നേ? അറിയാവുന്നൊക്കെ പറ. അന്ന് വല്ലതൊക്കെ നടന്നോ? അമ്മച്ചിയുടെ കയ്യിലിരുന്ന് മൂത്രം ഒഴിച്ചു, പിന്നെ കരഞ്ഞു, പിന്നെ അച്ഛനെ കണ്ണുറുക്കി പേടിപ്പിച്ചു. എന്തൊക്കെയാണ് നടന്നത് പറ. തലേ വെള്ളം ഒഴിച്ചു, അത്രയും ഉണ്ടല്ലോ. തിരി കത്തിച്ചു. ഞാൻ പറയുന്നത് അതല്ല, അന്ന് എന്തൊക്കെ ചെയ്ത് ആചാരങ്ങൾ പറയാനല്ല. അന്ന് എന്തൊക്കെ നടന്നു? തൈലാഭിഷേകം, അതാണോ? വിശ്വാസം. അന്ന് എന്തൊക്കെ, അതൊക്കെ നിങ്ങൾ ചെയ്ത കാര്യങ്ങളാണ്. ആ ചെയ്ത കാര്യങ്ങൾ അദൃശ്യമായ പ്രസാദവരത്തെ ദൃശ്യമാക്കുന്ന അടയാളമാണ് കൂദാശ. അന്ന് നിങ്ങളീ പറയുന്ന അന്ന് നിങ്ങൾ നടന്ന കാര്യങ്ങളൊക്കെ പറയണേ. അതല്ല ഞാൻ ചോദിക്കുന്നത്. അന്ന് നിങ്ങളുടെ ആത്മാവിൽ എന്തൊക്കെ നടന്നു എന്ന്. അതാ എനിക്കറിയണ്ട. എന്തൊക്കെ നടന്നു? ഉത്ഭവ പാപം ഇല്ലാതായി. ഒന്ന് കൂട്ടിക്കോണേ. ഒന്ന്, ഉത്ഭവ പാപം ഇല്ലാതായി. പിന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. 2, പിന്നെ സഭയുടെ അംഗമായി, യേശുക്രിസ്തുവിൻ്റെ അവയവമായിട്ട് മാറി. യേശുക്രിസ്തുവിൻ്റെ അവയവമായിട്ട് മാറി, സഭയുടെ അംഗമായിട്ട് മാറി. പിന്നെ 4, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ ദൈവിക പുണ്യങ്ങൾ ആത്മാവിലേക്ക് നിവേശിപ്പിക്കപ്പെട്ടു. 4, പിന്നെ സ്വർഗരാജ്യത്തിന് നിത്യതയ്ക്ക് അവകാശിയായിട്ട് മാറി. 5, പിന്നെന്താ? ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് മാറി. ഇതെല്ലാമാണ് മാമോദീസായിൽ നടന്നത്, ആണല്ലോ. ചോദ്യം, ഇതെല്ലാം നടന്നത് എവിടെയാണ്? ഒരു വ്യക്തി എന്ന് പറയുന്നത്, ശ്രദ്ധിക്കണം, ഒരു വ്യക്തി എന്ന് പറയുന്നത് ബൈബിൾ പ്രകാരം ഒരു വ്യക്തി എന്ന് പറയുന്നത് 3 കാര്യങ്ങൾ കൂടിച്ചേരുന്നതാണ്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം എടുക്കുക. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം. ദൈവത്തിൻ്റെ കണ്ണിൽ, ബൈബിളിൻ്റെ കണ്ണിൽ ഒരു വ്യക്തി എന്ന് പറയുന്നത് മാൻ ഈസ് ദ കോമ്പോസിറ്റ് ഓഫ് 3 തിങ്സ്. 3 കാര്യങ്ങൾ കൂടിച്ചേരുന്നതാണ് മനുഷ്യൻ. എടുത്തോ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം എടുത്തു. അവിടെ 5-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം വായിക്കുക. 1 തെസ്സലോനിക്കർ 5:23 വായിക്കാം. സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ. അപ്പം എങ്ങനെ വിശുദ്ധീകരിക്കണ്ടേ? കംപ്ലീറ്റ് ആയിട്ട് വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ, ഇനി അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയണം. അടുത്ത വാക്യം വായിക്കാം. എന്താണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും. 3 വാക്കുകൾ ശ്രദ്ധിക്കുക. ഇതാണ് മനുഷ്യൻ. എന്തൊക്കെയാണ്? ആത്മാവും ജീവനും ശരീരവും. ഒന്നുകൂടെ വായിക്കാം. ആത്മാവും ജീവനും, ഇല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ആത്മാവും മനസ്സും ശരീരവും. ആത്മാവും മനസ്സും ശരീരവും. അപ്പോൾ ബൈബിൾ പ്രകാരം ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആരാണ്? ചേട്ടൻ്റെ പേരെന്താ? സേവ്യർ. അപ്പം ഞാൻ ചോദിക്കുകയാണ്, സേവ്യർ ചേട്ടൻ ആരാണ്? അപ്പോൾ അപ്പോൾ സാധാരണഗതിയിൽ സേവ്യർ പറയാൻ സാധ്യതയുള്ള മറുപടി എന്താണ്? ഞാൻ സേവ്യറാണ്. ഞാൻ ചോദിക്കുന്നത് ഏത് സേവ്യർ? ഞാൻ സേവ്യർ MA ഇനിഷ്യൽ, സേവ്യർ വീട്ടുപേര്, സേവ്യറിൻ്റെ സ്ഥലം, സേവ്യർ ചെയ്യുന്ന ജോലി, ഇതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ ബൈബിൾ പ്രകാരം നീ ആരാണെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്, ഞാനൊരു ആത്മാവാണ് എന്ന് പറഞ്ഞേ. ഞാൻ ആരാണ്? അപ്പോൾ ബൈബിൾ, ദൈവത്തിൻ്റെ കണ്ണിൽ നമ്മൾ ആരാണ്? അപ്പം നമ്മുടെ ഐഡൻറ്റിറ്റി, വാട്ട് ഈസ് മൈ ഐഡൻറ്റിറ്റി? ഐ ആം എ സ്പിരിറ്റ്. ഞാനൊരു ആത്മാവാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ആരാണ്? ഹലോ, നിങ്ങൾ ആരാണെന്ന്? ആത്മാവ്. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ ഞാനൊരു ആത്മാവാണ്. നിങ്ങൾ ആരാണ്? ഇനി ഇങ്ങനെ പറയുന്നത്, ഞാനൊരു ആത്മാവാണ്, എനിക്കൊരു മനസ്സുണ്ട്, ഞാനൊരു ശരീരത്തിൽ ജീവിക്കുന്നു. ഇതാണ് മനുഷ്യൻ. ഞാനൊരു ആത്മാവാണ്, എനിക്കൊരു മനസ്സുണ്ട്, ഞാനൊരു ശരീരത്തിൽ ജീവിക്കുന്നു. ഇതാണ് മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റി ബൈബിൾ പ്രകാരം. ആത്മാവ്, മനസ്സ്, ശരീരം. ഇനി ശ്രദ്ധിക്കുക, മാമോദീസായിൽ രക്ഷ ആരംഭിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു, നീതീകരിക്കപ്പെട്ടു, ആദിമ നീതീകരണം നടന്നു, വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ ആത്മാവിലേക്ക് വർഷിക്കപ്പെട്ടു, ദൈവത്തിൻ്റെ മകനായി മാറി, യേശുക്രിസ്തുവിൻ്റെ അവയവമായി മാറി, സഭയുടെ അംഗമായിട്ട് മാറി. ഇതെല്ലാം സംഭവിച്ചത്, ചോദ്യം, ഒരു മനുഷ്യൻ്റെ ആത്മാവിലാണോ, മനസ്സിലാണോ, ശരീരത്തിലാണോ?
ഈ കൃപാവരം ഇറങ്ങി വന്നത് ഒരു വ്യക്തിയുടെ ആത്മാവിലാണോ മനസ്സ്? ഈ കുഞ്ഞിന് പള്ളിയിലോട്ട് കൊണ്ടുപോയ അതേ കുഞ്ഞിനെ തന്നെയാണ് തിരിച്ചു കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ച് അതിന് ശരീരത്തിലൊരു മാറ്റവും വന്നിട്ടില്ല, അതിൻ്റെ മനസ്സിനും ഒരു മാറ്റവും വന്നിട്ടില്ല. എവിടെയാണ് മാറ്റം വന്നിട്ടുള്ളത്? ഇത് കാണാൻ വയ്യാത്ത ആത്മാവിലാണ് ഈ വ്യത്യാസം വന്നത്. ആത്മാവിൽ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ആത്മാവിലാണ് ഈ മാറ്റം സംഭവിച്ചിരിക്കുന്നത്. ആത്മാവിൽ. നിങ്ങൾക്കിത് എത്രമാത്രം മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്കിത് മനസ്സിലായിട്ടുള്ളത് എങ്ങനെയെന്ന് വെച്ചാൽ, ഞാനൊരു ഉദാഹരണം പറയാം. ഞങ്ങൾ ഛത്തീസ്ഗഡിൽ സിംഗിൾ ദ്വീപ് എന്ന് പറയുന്ന ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാ മാസവും പോകുമായിരുന്നു. അപ്പോൾ അവിടെ ആദ്യത്തെ മാസം ചെന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന സമയത്ത് ഈ വിജാതീയരുടെ ഇടയിൽ സുവിശേഷം പറയുമ്പോൾ ഈശോ ആദ്യമായിട്ട് സുവിശേഷം പ്രസംഗിക്കാൻ പോയവർക്ക് കൊടുത്ത അധികാരം ഏതാ? പിശാചുക്കളെ ബഹിഷ്കരിക്കാനുള്ള അധികാരമാണ്, ആണല്ലോ. അവൻ തൻ്റെ 12 അപ്പസ്തോലന്മാരെ അടുത്ത് വിളിച്ച് സകല പിശാചുക്കളുടെ മേലും അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അപ്പോൾ അതെന്തിനായിരിക്കും? അതായത് സുവിശേഷ പ്രഘോഷണത്തിന് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ സുവിശേഷകർക്ക് ആദ്യം നേരിടാനുള്ളത് പിശാചുക്കളെയാണ്. അത് നമ്മൾ കാണുന്നത്, അതിപ്പോൾ കോഴിക്കോട് കൺവെൻഷന് വന്ന് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഈ വർഷങ്ങളായിട്ട് ഇരിക്കുന്ന പിശാചുക്കൾ ഒരുമാതിരി മെരുങ്ങിയിരിക്കുന്ന പിശാചുക്കളാണ്. അതിങ്ങനെ അധികം വെളിപ്പെട്ട് വരത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ, മനസ്സിലായോ? അതായത് എന്നാൽ ഈ അങ്ങനെ പരിചയമില്ലാത്ത പിശാചുക്കളുണ്ട്. ഈ എന്താ പറയുന്നത്, ഈ തഴക്കം പഠിക്കാത്ത പിശാചുക്കൾ. മറ്റേത് ഈ തഴക്കം പഠിച്ച് കുറേ ഇങ്ങനെ ആ വേലത്തരം പഠിച്ച പിശാചാണ്. അതിങ്ങനെ അതറിയാം. അത് കൺവെൻഷനൊക്കെ മര്യാദയ്ക്ക് ഇരുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴേ ഇളകത്തുള്ളൂ. അങ്ങനെ അത്. എന്നാൽ ഈ മറ്റേതെന്ന് പറഞ്ഞാൽ റോ പിശാച്, റൂഡ്, സാധാരണ അത്ര മെരുങ്ങാത്ത പിശാച്, അത് എന്ത് ചെയ്യും? അത് സുവിശേഷം യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ അപ്പം ഇളകും. അപ്പം നമ്മൾ വിജാതീയരുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കുന്ന സമയത്ത് നേരിടുന്ന ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പിശാചുക്കൾ ഇളകാൻ തുടങ്ങും. അതിങ്ങനെ ഓരോന്നോരോന്ന് ഇളകി വരാൻ തുടങ്ങും. അപ്പോൾ അപ്പോഴത്തെ പിന്നെ ഏറ്റവും വലിയ ജോലി എന്ന് പറഞ്ഞാൽ ഈ പിശാചിനെ ബഹിഷ്കരിക്കലാണ്. പിശാചുകളെ ബഹിഷ്കരിക്കും. അപ്പോൾ പ്രസംഗിക്കാൻ അങ്ങോട്ട് തുടങ്ങും, പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ സാത്താൻ ഇളകും. പിന്നെ പോയി പ്രാർത്ഥിച്ച് ഒന്ന് ഇളകി ഒന്ന് ശാന്തമായി കഴിയുമ്പോൾ അത് അടുത്ത ഇളകും. അതാണ് പരിപാടി. കുറച്ച് പേരേ ഉള്ളൂ, പക്ഷെ നമ്മൾ മടുക്കും. മനസ്സിലായോ? ഇതിങ്ങനെ ഇതൊക്കെ എന്നാ ബലമെന്നറിയാം. പോട്ടെ, നമ്മുടെ വിഷയം അല്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും പോകണ്ട. അപ്പോൾ ഏതായാലും അങ്ങനെ. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം പോയി ഇതുപോലെ പിശാചിളകി, വീണ്ടും പ്രാർത്ഥിച്ചു, ശാന്തമായി, ഞങ്ങൾ തിരിച്ചു വരുന്നു. അടുത്ത മാസം പോയി, അപ്പോൾ ദാ വീണ്ടും പിശാചിളകുന്നു. 2-3 മാസമായപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. അപ്പം ഞാൻ ഈ പിശാച് ബാധിതനായ ചെറുപ്പക്കാരൻ, എനിക്ക് ഹിന്ദി അറിയില്ല, ഛത്തീസ്ഗഡി ഭാഷ അറിയില്ല, എനിക്കറിയാവുന്ന ഭാഷ മലയാളവും ഇംഗ്ലീഷുമാണ്. അപ്പം ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗിക്കും. അവിടുത്തുകാരനൊരു ചെറുപ്പക്കാരൻ ഛത്തീസ്ഗഡിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ ഈ മനുഷ്യൻ, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ ഇങ്ങനെ പിശാച് ഇങ്ങനെ ഇളകുമ്പോൾ ഞാൻ അവനോട് ഇംഗ്ലീഷിൽ ഇങ്ങനെ ഉറക്കെ പറഞ്ഞു, നീ ഈ പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രനാകണമെങ്കിൽ. ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? 1 മാസം ഞങ്ങൾ വരുന്നു, പ്രാർത്ഥിക്കുന്നു, നീ ശാന്തമാവുന്നു, 4 ദിവസം കഴിയുമ്പോൾ വീണ്ടും പിശാച് കയറുന്നു, നീ വീണ്ടും ഇങ്ങനെ വരുന്നു. ഈ അടിമത്തത്തിൽ നിന്ന് നീ സ്വതന്ത്രനാകണമെങ്കിൽ നീ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനും ദൈവവും കർത്താവുമായി സ്വീകരിച്ച് മാമോദീസ സ്വീകരിച്ചാൽ ഈ പിശാച് എന്നേക്കുമായിട്ട് പോകും. ഇത് ഞാൻ ഇംഗ്ലീഷിലാണ് പറയുന്നത്. അപ്പോൾ ഛത്തീസ്ഗഡി ഭാഷയിലേക്ക് എൻ്റെ അടുത്ത് നിൽക്കുന്നവൻ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ പറയുകയാണ്, നീ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ച് മാമോദീസ സ്വീകരിച്ചാൽ ഈ പിശാച് എന്നേക്കുമായിട്ട് വിട്ടുപോകും എന്ന് പറയുമ്പോൾ ഈ പിശാച് ബാധിതൻ അലറിക്കൊണ്ട് പറയുകയാണ്, നോ. ട്രാൻസ്ലേഷൻ ചെയ്യാൻ വന്നവൻ ബോധം കെടാൻ നിൽക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് അത്രയും നേരം ഇംഗ്ലീഷിൽ പറഞ്ഞുകൊണ്ടിരുന്നു, മനസ്സിലാകാതിരുന്നവൻ പിശാച് ഇളകി. അപ്പോൾ പിശാചിന് ഇതൊക്കെ അറിയാം. അപ്പോൾ അവൻ നോ. അപ്പം ഞാൻ പറഞ്ഞു, യെസ്. നോയോ? യെസ്. നിന്റെ ഈ സാത്താൻ വിട്ടു പോകണമെങ്കിൽ നീ യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട്. അങ്ങനെ ഞാൻ അവിടെയുള്ള ലോക്കൽ അവിടെയുള്ള അച്ഛനോട് പറഞ്ഞു. അങ്ങനെ അവിടെയുള്ള വോളണ്ടിയേഴ്സ് ഇവരെ ഒരുക്കി. അതിനുശേഷം അടുത്ത പ്രാവശ്യം ചെന്നപ്പോൾ ഞങ്ങൾ അവർക്ക് മാമോദീസ കൊടുത്തു. മാമോദീസ സ്വീകരിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ, ഇപ്പോൾ കാണിക്കാൻ സംവിധാനമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്, എൻ്റെ കയ്യിൽ അവൻ അടുത്ത പ്രാവശ്യം തൊട്ട് ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ വചനം പറയുമ്പോൾ ഉറക്കെ ഇരുന്ന് വചനം വായിക്കുന്നത് ഇവനാണ്. ബൈബിൾ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കും. അവൻ്റെ കുടുംബജീവിതത്തിൽ അവന് കുഞ്ഞില്ലായിരുന്നു. അവന് കർത്താവ് അടുത്ത ഈ സമയങ്ങളിൽ ഒരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിച്ചു. ആ കുടുംബം മുഴുവൻ മാമോദീസ സ്വീകരിച്ചു. അവൻ പിന്നീട് ആ പൈശാചിക ബാധ പിന്നീട് ഒരിക്കലും പിന്നെ സുവിശേഷം പറയുമ്പോൾ ഇളകി വരികയോ വെളിപ്പെടുകയോ ചെയ്യാതെ ആ പിശാച് എന്നേക്കുമായിട്ട് വിട്ടുപോവുകയും ചെയ്തു. എന്താ ഇവിടെ സംഭവിച്ചത്? മാമോദീസ. ഇത് ഈ മൂത്ത ക്രിസ്ത്യാനിക്ക് മനസ്സിലാവത്തില്ല.
ഇത് വിജാതീയർക്ക് അവർ മാമോദീസ സ്വീകരിക്കുന്ന സമയത്താണ്. ഞാൻ നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ആളുകളോട് സുവിശേഷം പറയുകയും നൂറുകണക്കിന് ആളുകൾക്ക് മാമോദീസ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്, മുതിർന്നവർക്ക്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, എന്താണ്, മാമോദീസ സ്വീകരിക്കുന്നതിന് മുമ്പുള്ള ആളല്ല മാമോദീസ സ്വീകരിച്ച് കഴിയുമ്പോൾ. അവരുടെ ആത്മാവിൽ വന്ന വ്യത്യാസം അവർക്ക് പറയാൻ പറ്റും. എനിക്കിഷ്ടം പോലെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ജോലി ചെയ്യുന്ന ഒരു സഹോദരി മാമോദീസ സ്വീകരിച്ചു. മാമോദീസ സ്വീകരിച്ച് കഴിഞ്ഞിട്ട് അവർ വിശദമായിട്ട് എഴുതി എനിക്ക് ഒരു എഴുത്തയച്ചു. ആ എഴുത്തിനകത്ത് അവർ എഴുതിയിരുന്നു, വിസിബിളായിട്ട് ഇപ്പോൾ എനിക്കറിയാം എന്താണ് ഒരു വ്യക്തി യേശുവിലായിരിക്കുന്നതും യേശുവിൽ അല്ലാതിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. കൃത്യമായിട്ട് എനിക്കറിയാം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ മാമോദീസയിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മാമോദീസ എന്ന് പറയുന്ന ആ കൂദാശയിൽ ഇത് ഈ മാറ്റമെല്ലാം സംഭവിച്ചത് നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. ഈ മാറ്റമെല്ലാം സംഭവിച്ചത് എവിടെയാണ്? ആത്മാവിലാണ്. ഇത്രയും പിടി കിട്ടിയോ? ആത്മാവിലാണ് ഇത് സംഭവിച്ചത്, നമ്മുടെ ആത്മാവിൽ. മാമോദീസ സ്വീകരിച്ച ആൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഒരു അഭിഷേകമുണ്ട്, ഒരു കൃപയുണ്ട്. ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം, ആ ആളെ ഏതാൾക്കൂട്ടത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് തിരിച്ചറിയും. ആ ആളെ ദൈവത്തിൻ്റെ ആത്മാവിനും ദൈവദൂതന്മാർക്കും തിരിച്ചറിയാം. ആ ആളെ സ്വർഗത്തിന് കണ്ടാൽ അറിയാം. കാരണം എന്തെന്നറിയാമോ? സഭ പഠിപ്പിക്കുന്നതും തിരുവചനം പഠിപ്പിക്കുന്നതും മായാത്ത മുദ്ര എന്നാണ്. മായാത്ത മുദ്ര, ഇൻഡെലിബിൾ മാർക്ക്, ഒരിക്കലും മായാത്ത ഒരു മുദ്ര. നിങ്ങൾ 500 പേരെ കൊന്നാലും, നിങ്ങൾ 5000 ഭവനങ്ങൾ കൊള്ളയടിച്ചാലും നിങ്ങളെ മാമോദീസായുടെ മുദ്ര മായത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതായത് മായാത്ത മുദ്ര, മായാത്ത മുദ്ര. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഇത് സംഭവിച്ചത് എവിടെയാണ്? മനുഷ്യൻ ആരാണ്? മനുഷ്യനൊരു ആത്മാവാണ്, അവനൊരു മനസ്സുണ്ട്, അവനൊരു ശരീരത്തിൽ ജീവിക്കുന്നു. അപ്പോൾ ആത്മാവും മനസ്സും ശരീരവും ചേർന്ന ഈ സമ്പൂർണ്ണ വ്യക്തിത്വത്തിൻ്റെ ആത്മാവിലേക്കാണ് ദൈവകൃപ ഒഴുകിയിറങ്ങുന്നത്. ഓസ്റ്റീനാട് പുസ്തകത്തിൻ്റെ പേരെന്താണ്? എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. എൻ്റെ അന്തരാത്മാവിലേക്ക്, ആത്മാവിലാണ്. ഇത്രയും പിടി കിട്ടിയോ? അപ്പോൾ ഇനി രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? രക്ഷ എന്ന് പറഞ്ഞാൽ ഈ ആത്മാവ് മാത്രം രക്ഷ പ്രാപിക്കുന്നതല്ല. ഈ ആത്മാവിൽ ആരംഭിച്ച രക്ഷ മനസ്സിലേക്കും ശരീരത്തിലേക്കും പകരപ്പെട്ട് ഒരു വ്യക്തി സമ്പൂർണമായി രക്ഷ പ്രാപിക്കുന്നതാണ് ക്രിസ്തീയ കാഴ്ചപ്പാടിൽ രക്ഷ. പിടികിട്ടുന്നുണ്ടോ? കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട്, എന്താണ്, നന്നായിട്ട് പെരുമാറണം, എല്ലാവരോടും ആളുകളോട് സ്നേഹമായിട്ട് പെരുമാറണം, ഇറിറ്റേറ്റഡ് ആവരുത്, കോപിക്കരുത്, മനുഷ്യരോട് പരമാവധി സഹിഷ്ണുതയും ക്ഷമയും കാണിക്കണം. എന്നാൽ നിങ്ങൾ ചിന്തിക്കുക, ഞാൻ രാവിലെ ഇപ്പോൾ ഉള്ള സത്യം തുറന്നു പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഉള്ള സത്യം തുറന്നു പറഞ്ഞാൽ, ഒരു ദിവസം ഗ്യാപ്പില്ലാതെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, ഒറ്റ ദിവസവും ഗ്യാപ്പില്ല, എല്ലാ ദിവസവും ഉണ്ട്. ഇനി വൈകുന്നേരം, ചിലപ്പോൾ വൈകുന്നേരം ആയിരിക്കും, എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഓടുമ്പോൾ നമ്മൾ മനുഷ്യരല്ലേ, ഈ ശരീരം എന്തു ചെയ്യും? ശരീരം ടയർഡാവും, ശരീരം പിന്നെ പ്രതികരിക്കാതാവും, പിന്നെ ശരീരത്തിൽ ഭയങ്കര അരിശം വരും. ചെറിയ കാര്യം മതി അരിശം വരും. കാരണം എന്താണ്? ശരീരം മടുക്കുമ്പോൾ അതങ്ങനെയാണത്, ശരീരം പ്രതികരിക്കുന്ന അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറണമെന്നൊക്കെ ഉണ്ട് ചിലപ്പോൾ. പക്ഷേ ഇങ്ങനെ എന്ത് ചെയ്യും? നമ്മൾ മടുത്തിരിക്കുന്ന സമയത്ത്, ഒട്ടും പറ്റാതിരിക്കുന്ന സമയത്ത് ഒരാൾ വരുമ്പോൾ പുറമേ പ്രകടിപ്പിച്ചില്ലെങ്കിലും അകത്ത് കുറച്ച് ദേഷ്യം വരും. സത്യസന്ധമായ കാര്യമാണ് പറയണേ, അകത്ത് കുറച്ച് ദേഷ്യം വരും. ഇത് മനുഷ്യന് മനസ്സിലാവുന്നില്ലല്ലോ നമ്മൾ വിചാരിക്കും. എനിക്ക് വിട്ടുമാറാത്ത തലവേദനയായിട്ട് ഡോക്ടറെ കാണാൻ ചെന്നു. തലവേദന മാറുന്നേ ഇല്ല. എൻ്റെ എല്ലാ ഹിസ്റ്ററി മുഴുവൻ നോക്കിയിട്ട് ഈ ഡോക്ടർ നല്ല 70-72 വയസ്സുണ്ട്, നല്ല പ്രായമുള്ള ഡോക്ടറാണ്. അദ്ദേഹം പറഞ്ഞു, ഫാദർ, നിങ്ങളെ ഞാൻ വഴക്ക് പറയാൻ പോവാണ്, നിങ്ങളെ ഞാൻ വഴക്ക്. എന്നിട്ട് അദ്ദേഹം ഒരു വാചകം പറഞ്ഞു, യു ആർ ബേണിംഗ് ദ കാൻഡിൽ ഫ്രം ബോത്ത് ദ സൈഡ്സ്. നിങ്ങളൊരു മെഴുകുതിരി എടുത്തിട്ട് രണ്ടറ്റത്തുനിന്നും കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ നിങ്ങൾ 7 മണിക്കൂർ ഉറങ്ങണമെന്ന് എന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറയുകയാണ്. മനസ്സിലായോ? അപ്പം അങ്ങനെ നമ്മൾ ഈ ശരീരം നമുക്ക് വിശ്രമിക്കാനോ നമുക്ക് റെസ്റ്റ് എടുക്കാനോ ഇല്ലാതെ നമ്മളിങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അരിശം വരുമോ? വരും. ഞാനൊരു ഉദാഹരണം പറയാം, മനസ്സിലാവാൻ വേണ്ടി ഉദാഹരണം പറയുകയാണ്. ഞാൻ ഒരു വീടിൻ്റെ 4ാമത്തെ നിലയിൽ താമസിക്കുന്നു, ഉദാഹരണമാണ്. അപ്പം ഞാൻ രാവിലെ മുതൽ വൈകിട്ട് 7 മണി വരെ പ്രസംഗിക്കുകയും ആളുകളെ കാണുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തിട്ട് 7 മണിക്ക് ഞാൻ ഈ 4 നില ലെഫ്റ്റ് പറയുന്നില്ല, 4ാമത്തെ നിലയിലേക്ക് സ്റ്റെപ്പ് കയറി 4ാമത്തെ നിലയിൽ ചെന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്ന് ഓർത്ത് കട്ടിലേക്ക് വീഴുന്ന സമയത്താണ്
താഴെ നിന്ന് ഫോൺ വരുന്നു, അച്ഛാ ദേ കാസർഗോഡ് നിന്ന് ഒരു ക്യാൻസർ രോഗി കാണാൻ വന്നിട്ടുണ്ട്. നിങ്ങളെന്നാലോചിച്ചു, ആ സമയത്ത് നമ്മൾ ദൈവമൊന്നുമല്ല, നമ്മൾ ദൈവദൂതനല്ല, മനുഷ്യനല്ലേ, നമുക്ക് ഒരു ഇറിറ്റേഷൻ വരും. ദൈവമേ, ഞാൻ ഈ 7 മണിക്ക് വന്ന് എനിക്കൊന്ന് നടുവെന്ന് നിവർത്തേ ഉള്ളൂ, ഇനിയിപ്പോൾ അപ്പോൾ ഒരു അരിശം വരുമോ? പക്ഷെ അത് വരാൻ പാടില്ലാത്തതാണ്, ക്രിസ്തു ആണെങ്കിൽ എന്ത് ചെയ്തേനെ? അപ്പോൾ പോയേനെ. അത് വരാൻ പാടില്ലാത്തതാണ്. അപ്പം നമ്മളോട് തന്നെ കുറേ മല്ലടിച്ചാലേ ഇനി താഴോട്ട് ഇറങ്ങിപ്പോകാൻ പറ്റൂ. പോകുമായിരിക്കും ചിലപ്പോൾ, പക്ഷെ പോകുന്നത് പൂർണ്ണ മനസ്സോടാവില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം ധരിക്കുന്നതിന് എനിക്ക് ആത്മാവിൽ ആഗ്രഹം ഉണ്ടെങ്കിലും എന്നെ തടസ്സപ്പെടുത്തുന്നത് ഇവിടെ എന്താ? എൻ്റെ ശരീരമാണ്. അതാണ്, യു ഗോട്ട് ദ പോയിന്റ്. എൻ്റെ ശരീരമാണ്. നമ്മൾ പലപ്പോഴും രക്ഷയുടെ പൂർണ്ണതയിലെത്തുന്നതിന് നമുക്കുള്ള തടസ്സം നമ്മുടെ മനസ്സും ശരീരവുമാണ്. അപ്പോൾ രക്ഷയുടെ പൂർത്തീകരണം എന്ന് പറയുന്നത് ശരീരവും മനസ്സും കൂടി വീണ്ടെടുക്കപ്പെടുക എന്നുള്ളതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ എന്താണ് അനുതാപം? ശ്രദ്ധിച്ച് കേൾക്കുക, ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എന്താണ് അനുതാപം? അനുതാപം എന്ന് പറയുന്നത് രക്ഷയുടെ പൂർണ്ണത അനുഭവിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും കുറവുകളെ തിരിച്ചറിയുന്നതാണ് അനുതാപം. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് എല്ലാവരെയും സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അമ്മായിമ്മയോട് സ്നേഹമായിട്ട് പെരുമാറണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ കാണുമ്പോൾ തന്നെ ചൂടുവെള്ളം കോരി ഒഴിക്കാൻ തോന്നുകയാണ്. ചെയ്യരുത്, തോന്നുകയാണ്. അമ്മായിമ്മയ്ക്ക് തിരിച്ചും അല്ലേ, ഭർത്താവിനെ സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. ഞാൻ ഈ എറണാകുളം കാക്കനാട് മോറിയ എന്ന് പറയുന്നൊരു ധ്യാനകേന്ദ്രമുണ്ട്. ആ ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നല്ല പ്രായമുള്ള അമ്മച്ചി, 70-75 വയസ്സെങ്കിലും പ്രായമുണ്ടാവും. ആ പ്രായമുള്ള അമ്മച്ചി ഒരു കത്ത് കൊണ്ട് തന്നിട്ട് പറഞ്ഞു, മക്കളെ മറക്കാതെ വായിക്കണേന്ന് പറഞ്ഞു. വലിയ സാധനമാണെന്ന് പറഞ്ഞു, വലിയ സാധനമാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്, മറക്കാതെ വായിച്ചോണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിക്ക് വണ്ടിയിലിരുന്ന് അത് വായിച്ചു. അമ്മച്ചി എഴുതിയിരിക്കുകയാണ്, കുറേ വർഷങ്ങളായിട്ട് ഞാനും എൻ്റെ കെട്ടിയവനും 2 മുറിയിലാണ് കിടക്കുന്നത്. അമ്മച്ചി എഴുതിയിരിക്കുകയാണ്, കുറേ വർഷങ്ങളെ എനിക്ക് അങ്ങേരെ ഒരു കാരണവശാലും സ്നേഹിക്കാൻ പറ്റത്തില്ല, കാണുന്ന തന്നെ കലിയാണ്. മനസ്സിലായോ? അങ്ങനെ സ്നേഹിക്കാനൊക്കെ വരും, പക്ഷെ എനിക്ക് കാണുന്ന തന്നെ കലിയാണ്. ആർക്ക്? അമ്മച്ചിക്ക്. പാവം അമ്മച്ചി. അമ്മച്ചി പറഞ്ഞിരിക്കുകയാണ്, അമ്മച്ചി പറയാണ്, അച്ഛൻ പറഞ്ഞില്ലേ ഈശോയേന്ന് വിളിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഈശോയേന്ന് വിളിച്ചപ്പോൾ അച്ഛാ ഒരു കറുത്ത സാധനം എൻ്റെ അകത്തുനിന്ന് ഇറങ്ങിപ്പോയി. എഴുതിയിരിക്കുകയാണ്, ആ കത്തിനകത്ത് എഴുതിയിരിക്കുക, ഒരു കറുത്ത സാധനം ഇറങ്ങിപ്പോയി. ഞാൻ ഈ ധ്യാനകേന്ദ്രത്തിൽ ഇത് വീട്ടിൽ ചെന്നപ്പോൾ ഉണ്ടല്ലോ അച്ഛാ, എനിക്ക് കെട്ടിയവനോട് ഭയങ്കര സ്നേഹം. അയ്യോ, 10-75 വയസ്സായി പോയി, നേരത്തെ ഉണ്ടാവണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അതായത് ഭയങ്കര സ്നേഹം അപ്പച്ചനോട്. അപ്പച്ചന് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കണം, അപ്പച്ചന് അതുണ്ടാക്കി, എല്ലാം ഭയങ്കര സ്നേഹം. പക്ഷെ ഇപ്പം അനങ്ങാൻ വയ്യ. ഒരു 10-20 കൊല്ലം മുമ്പായിരുന്നു അപ്പച്ചനെ സ്നേഹിച്ച് കൊല്ലായിരുന്നു. ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റുന്നില്ല. ഇത് ശരീരത്തിൻ്റെ ബന്ധനങ്ങളുണ്ട്, ശരീരത്തിൻ്റെ കഴിവുകേടുകൾ, ശരീരത്തിൻ്റെ പോരായ്മകൾ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ഇത്രയും വായിച്ചിട്ടാണ്, ഒരു വചനം വായിക്കാനാണ് ഇത്രയും പുരാണം പറഞ്ഞത്, ഇത്രയും ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞത്. ഒരു വചനം, ഏത് വചനം അത്? റോമർ 8:22 ആണോ? വായിക്കത്, അത് വായിക്കാൻ ഇത്രയും ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു. റോമർ 8:22 വായിക്കാവോ? സമസ്ത സൃഷ്ടികളും ഒന്നു ചേർന്ന് ഇതുവരെയും ഈറ്റുനോവനുഭവിക്കുന്നു എന്ന് നെടുവേർപ്പെടുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാം. അടുത്ത വാക്യം, സൃഷ്ടി മാത്രം, ഉറക്കെ വായിക്കുക, സൃഷ്ടി മാത്രമല്ല ആത്മാവിൻ്റെ ആദ്യഫലം ലഭിച്ചിരിക്കുന്ന നാമും. നിർത്തുക, മുന്നോട്ട് പോകരുത്. ആത്മാവിൻ്റെ ആദ്യഫലം ലഭിച്ചിരിക്കുന്ന നാമും, അതെവിടെ വെച്ചാ കിട്ടിയത്? ആത്മാവിൻ്റെ ആദ്യഫലം, ഹലോ, ആത്മാവിൻ്റെ ടോക്കൺ എവിടെ വെച്ചാ കിട്ടിയത്? മാമോദീസായിൽ. ആത്മാവിൻ്റെ ഒരു ഷെയർ, ഒരു പങ്ക്, അഡ്വാൻസ്, അച്ചാരം, ബൈബിൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അച്ചാരം, ആത്മാവിൻ്റെ അച്ചാരം, ടോക്കൺ, അഡ്വാൻസ്, ആത്മാവിൻ്റെ ആദ്യത്തെ ഷെയർ, ആദ്യത്തെ പങ്ക്, അത് ലഭിച്ചിരിക്കുന്ന നാമും. നമുക്കത് ലഭിച്ചിട്ടുണ്ട് മാമോദീസായിൽ. നമ്മൾ വിലപിക്കുകയാണ്, എന്തോർത്ത്? നമ്മുടെ ശരീരങ്ങളുടെ
വീണ്ടെടുപ്പാകുന്ന, വായിക്ക്, നിങ്ങളുടെ ബുക്കിലുള്ളത് വായിക്ക്. ആത്മാവിന്റെ ആധിപനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. കേൾക്കുന്നുണ്ടോ? അതായത് നമ്മൾ വിലപിക്കുകയാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്താണ് നമ്മൾ വിലപിക്കുന്നത്? എൻ്റെ ശരീരം വീണ്ടെടുക്കപ്പെടണമേ. അതാണ് വിലപിക്കുന്നത്. എൻ്റെ മനസ്സ് നവീകരിക്കപ്പെടണമേ, എൻ്റെ ശരീരം വീണ്ടെടുക്കപ്പെടണമേ. ആത്മാവിൽ ഈ രക്ഷ വന്നു കഴിഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയ. ആത്മാവിൽ ഈ രക്ഷ വന്നു കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്ന എന്തൊക്കെയാണ്? മനസ്സും ശരീരവും. അതുകൊണ്ട് ബൈബിൾ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടണം, ശരീരങ്ങൾ വീണ്ടെടുക്കപ്പെടണം. ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഈ യാത്രയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മേഖലയിലാണ് നമുക്ക് അനുതാപം ഉണ്ടാവേണ്ടത്. മനസ്സിന്റെ പ്രശ്നം, ശരീരത്തിന്റെ പ്രശ്നം. ഇത് തിരിച്ചറിയുന്നതിന്റെ പേരാണ് റിപ്പന്റൻസ്. പിടികിട്ടുന്നോ? പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വചനം വായിക്കുക. റോമാലേഖനം 12-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം. റോമാലേഖനം 12-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം വായിക്കുക. ആകയാൽ സഹോദരങ്ങളെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രീതികരവും വിശുദ്ധവുമായ സജീവ ബലിയായി സമർപ്പിക്കണം. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടണം. ഒന്നുകൂടെ വായിച്ചേ. നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടണം. ഒന്നുകൂടെ വായിച്ചേ. നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടണം. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ മനസ്സിന്റെ നവീകരണം? കണ്ടോ? അത് മനസ്സിന്റെ നവീകരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ ഇനിയും വരാനുണ്ട്. മനസ്സ് എനിക്ക് ബലപ്പെടുത്തും. നമ്മൾ ആത്മാവിൽ മാത്രമേ ഉള്ളൂ ക്രിസ്ത്യാനി. മനസ്സിലും ശരീരത്തിലും ആരാണ്? അക്രൈസ്തവരാണ്. ചിന്തിക്കുന്ന എല്ലാം ബാക്കി മതക്കാർ ചിന്തിക്കുന്ന പോലെ തന്നെയാണ്. ശരിയല്ലേ പറയണേ? അല്ലേ? 1-ാം തീയതി ഒരുത്തനെ കണ്ടാൽ അയ്യോ ഈ മാസം പോയി. പല്ല് ചലച്ചാൽ സത്യം. പൂച്ച കുറുക്കിയാടിയാൽ അയ്യോ ഈ കാര്യത്തിൽ ഒരു തീരുമാനമായി. മനസ്സെല്ലാം ബാക്കിയുള്ള ആളുകൾ ചിന്തിക്കുന്ന പോലെ തന്നെ. പറഞ്ഞേ ഹല്ലേലൂയ. വീടിന്റെ കന്നിമൂല ശരിയാവാത്തോണ്ട് വീട് നന്നാവുന്നില്ല എന്ന് പറഞ്ഞ് ഒരാള് വീട് പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബാത്റൂമിന്റെ ടൈലിട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. ഉള്ള കാര്യമായി പറയണേ. കന്നിമൂലയൊക്കെ ഇളക്കുമ്പോൾ ഓർത്തോണം, ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അത് വീടിൻ്റെ സ്ഥാനം ശരിയാവാത്തതുകൊണ്ടാണ്, കന്നിമൂല ആവാത്തതുകൊണ്ടാണ്, പിന്നെ എന്ത് മൂല അതൊക്കെ ശരിയാവാത്തതുകൊണ്ടാണ്, പിന്നെ അതാണ് ഇതാണ് അതാണ്. ഈ വെളിയിലുള്ള കാരണങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, നിന്റെ കന്നിമൂല മാറ്റുന്നതിനേക്കാളും നല്ലതാണ് നിന്റെ മനസ്സൊന്ന് മാറ്റുന്നത്. നിന്റെ ചിന്തയ്ക്കൊരു മാറ്റം വരുത്തുന്നതാണ് ഈ കന്നിമൂല മാറ്റുന്നതിന്. കന്നിമൂല മാറ്റാൻ 5 ലക്ഷം രൂപ ചിലവുണ്ട്, മനസ്സ് മാറ്റാൻ 5 പൈസയുടെ ചിലവില്ല. ഒരു കാര്യം നിങ്ങൾ അറിയണം, യേശുക്രിസ്തുവിൽ നവീകരിക്കപ്പെടാൻ, കേട്ടോ ഇത് കാത് തുറന്ന് കേൾക്ക്, യേശുക്രിസ്തുവിന്റെ ശക്തിയാൽ നവീകരിക്കപ്പെടാൻ ആഗ്രഹിച്ച് ഒരാൾ തൻ്റെ സ്വഭാവം തിരുത്തുന്നതാണ് അയാൾ ഈ ലോകത്തുള്ള സകല ബന്ധനവും ശാപവും മാറ്റാൻ നടക്കുന്നതിനേക്കാളും നല്ലത്. സ്വഭാവം മാറ്റാൻ ആഗ്രഹിക്കുന്നവൻ്റെ കൂടെ ദൈവദൂതന്മാർ സ്വർഗവും മുഴുവൻ ഇറങ്ങി നിൽക്കും, അവരെ സഹായിക്കും. അവനിനി ഏത് റോങ് ഡയറക്ഷനിലാണ് വീട് വെച്ചതെങ്കിലും അവൻ്റെ വീട് നേരെയാക്കാൻ ദൈവം ഇറങ്ങി വരും. അതിന് പകരം കന്നിമൂല ശരിയാക്കാൻ നടക്കുക. അന്ധവിശ്വാസങ്ങൾ, മനസ്സ് എല്ലാം പഴയതാ. ശരിയല്ലേ പറയുന്നേ? ചൊവ്വാഴ്ച ദിവസം വീടിന് കല്ലിടത്തില്ല, വെള്ളിയാഴ്ച ദിവസം കല്ലിടത്തില്ല, ചൊവ്വാഴ്ച കല്യാണം നടത്തത്തില്ല, വെള്ളിയാഴ്ച. ഞാൻ ചോദിച്ചു, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? എന്നോട് നിങ്ങൾ പറയൂ, ക്രിസ്ത്യാനി എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഇതൊക്കെ ഈ ലോകത്ത് നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളുടെ പേര്. ഞങ്ങളൊരു വീട് പണിതപ്പോൾ അത് കല്ലിട്ടത് ചൊവ്വാഴ്ചയാണ് അല്ലേ? ബ്രദറാ കല്ലിട്ടത്. മനസ്സിലായോ? അതായത് മനസ്സ് പഴയതാ. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സ് പഴയതാണ്. മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടണം. ഒന്ന് എഴുന്നേറ്റേ.
മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടണം. സക്കറിയായിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചിച്ചു, കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരുമ്പോൾ തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്ന പോലെ അവർ കരയും. ഇപ്പോൾ ഒന്ന് ആഗ്രഹിക്കുക, ഓരോരുത്തരും ആഗ്രഹിക്കുക, എൻ്റെ ഭർത്താവിനല്ല, എൻ്റെ ഭാര്യയ്ക്കല്ല, എൻ്റെ മാതാപിതാക്കൾക്കല്ല, എൻ്റെ മക്കൾക്കല്ല, എൻ്റെ സഹോദരങ്ങൾക്കല്ല, എനിക്ക് ദൈവമേ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക്, കേട്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് കർത്താവെ അനുതാപത്തിൻ്റെ ഒരഭിഷേകം തരണം. അതാരാണ് തരുന്നത്? അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന സമയത്ത് കർത്താവ് ഈശോ മിശിഹായെ പ്രകാരം വെളിപ്പെടുത്തി, ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ അയക്കും, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. പാപബോധം തരുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ മനസ്സിലും ഒരുപാട് പോരായ്മയുണ്ട്, ചിന്തകളിൽ ഒത്തിരി പോരായ്മയുണ്ട്, നമ്മുടെ മനസ്സിൽ ഒത്തിരി വിരോധമുണ്ട്, മനസ്സിൽ പകയുണ്ട്, പ്രതികാര ചിന്തകളുണ്ട്, മനുഷ്യൻ നന്നാകുന്നതിലുള്ള അസൂയയുണ്ട്, പടലപ്പിണക്കങ്ങളുണ്ട്, പ്രതികാരദാഹമുണ്ട്, തെറ്റായ ബോധ്യങ്ങൾ കിടപ്പുണ്ട്, അന്ധവിശ്വാസങ്ങൾ കിടപ്പുണ്ട്, മനസ്സിനെ ഒരു പഴയ കാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന മുറിവുകളുണ്ട്, ഉണങ്ങാത്ത ക്ഷതങ്ങൾ കിടപ്പുണ്ട്, മനസ്സൊത്തിരി നന്നാവാനുണ്ട്. നമുക്ക് കർത്താവിനോട് പറയണം, കർത്താവേ എനിക്ക് അനുതാപം തരണം, എൻ്റെ ചിന്താഗതികൾ മാറാനുണ്ട്, എനിക്ക് അനുതാപം തരണം. കണ്ണടയ്ക്കാം. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. മിസ്റ്റേക്കുകൾ ചൂണ്ടിക്കാണിക്കാൻ മനുഷ്യന് പറ്റും. പാപബോധം തരുന്നത് പരിശുദ്ധാത്മാവാണ്. Man can show, point out your mistakes, but it is the Holy Spirit who convinces you about your sin. It is the Holy Spirit. ഈ കൺവിക്ഷൻ, ഈ ബോധ്യം തരുന്നത്, പാപബോധം തരുന്നത് പരിശുദ്ധാത്മാവാണ്. കണ്ണടയ്ക്കാം. ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്, കർത്താവേ ശക്തമായ ഒരു അനുതാപത്തിൻ്റെ ആത്മാവിനെ ഈ ദേശത്ത് ഞങ്ങളുടെ മേൽ അയക്കണമേ. ഞങ്ങളെല്ലാവരും നന്നായിരിക്കുന്നു, ഞങ്ങൾ നന്നായി ജീവിക്കുന്നു, ഞങ്ങൾക്കൊരു കുറവുമില്ല, ഒരു പ്രശ്നവുമില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് ജീവിതം തരം താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, വചനം വായിക്കുന്നവരാണ്, പള്ളിയിൽ പോകുന്നവരാണ്. പക്ഷെ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിന് ചിന്താഗതികൾക്ക് മാറ്റമില്ല. ദൈവമേ, ഞങ്ങളുടെ ദ്രവ്യാഗ്രഹത്തിന് കുറവില്ല, ഞങ്ങളുടെ അഹങ്കാരത്തിന് കുറവില്ല, ഞങ്ങളുടെ അസൂയയ്ക്കും ഞങ്ങളുടെ വൈരാഗ്യത്തിനും കുറവ് വന്നിട്ടില്ല. കർത്താവേ, ഞങ്ങളുടെ മനസ്സിൽ ഒത്തിരി പോരായ്മയുണ്ട്, ശരീരത്തിൽ ഒത്തിരി പോരായ്മയുണ്ട്. കോപവും അമർഷവും വെറുപ്പും പ്രതികാര ചിന്തകളും ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ മനസ്സിലും ശരീരത്തിലുമുണ്ട്. ഞങ്ങളുടെ ശരീരം വഴങ്ങുന്നില്ല. പാപ ചായ്വുകളും പാപാസക്തികളും നിറഞ്ഞതാണ് ഞങ്ങളുടെ ശരീരം. കണ്ണുകളുടെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇത് ഞങ്ങളെ വേട്ടയാടുന്നു. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ ഞങ്ങളുടെ മനസ്സ് കലങ്ങുന്നു. ഈ ലോക വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം വചനത്തെ ഞെരുക്കിക്കളയുന്നു. ലൗകിക വ്യഗ്രത കൊണ്ട് വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ മാംസം ധരിക്കാതെ പോകുന്നു. കർത്താവായ ദൈവമേ, ഇപ്പോൾ ഞങ്ങളോട് കരുണയാവണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഒരു 10 പേര് കേൾക്കുന്നത്ര ഉച്ചത്തിൽ സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്നായിട്ടൊന്ന് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഇരിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 22 വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 22-ാമത്തെ വാക്യം. സൃഷ്ടി മാത്രമല്ല ആത്മാവിൻ്റെ, റോമാലേഖനം 8-ാം അധ്യായം 23 വായിച്ചേ. റോമർ 8:23. സൃഷ്ടി മാത്രമല്ല ആത്മാവിൻ്റെ ആദ്യഫലം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വ ലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. കണ്ടോ, ഇപ്പം മനസ്സിലായോ? ശരീരങ്ങളുടെ വീണ്ടെടുപ്പ് മനസ്സിലായോ? ഞാൻ പറഞ്ഞേ, ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്. ശരീരം ഒരുപാട് മേഖലകളിൽ ശരീരം ഇനിയും വീണ്ടെടുക്കപ്പെടാനുണ്ട്. ശരിയല്ലേ പറയണേ? ഒത്തിരി കാര്യങ്ങൾ ഇനിയും മാറ്റം വരാനുണ്ട്. ചിന്താഗതികൾ മാറ്റം വരാനുണ്ട്, ശരീരത്തിൻ്റെ പ്രവണതകൾക്ക് മാറ്റം വരാനുണ്ട്. നമുക്ക് പിന്നീട് സമയം കിട്ടുമെങ്കിൽ അതിലേക്ക് പോവാം. ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യം, അനുതാപത്തിൻ്റെ ഒരു 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 കൃപ നമ്മുടെ മേൽ വർഷിക്കപ്പെടാനാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ എൻ്റെ കൂടെ വരാവോ? നമുക്ക് ഓടാം. ഓടാം. വരുമല്ലേ? അപ്പോൾ നമുക്ക് ഓടിപ്പോയി നമുക്ക് ഈ കർത്താവ് ഈ കുറേ വചനങ്ങൾ വായിച്ചു പോകുമ്പോൾ ഒരു അനുതാപത്തിൻ്റെ അഭിഷേകം വരും. വചനത്തിലൂടെ മാത്രമേ വരുത്തുള്ളൂ. അല്ലാതെ എത്ര ഉപദേശം പറഞ്ഞാലും, ശാസിച്ചാലും, ചീത്ത വിളിച്ചാലും, ബഹളം വെച്ചാലും, പേടിപ്പിച്ചാലും ഒന്നും ആർക്കും അനുതാപം ഒന്നും ഉണ്ടാവത്തില്ല.
വചനത്തിൽ നിന്ന് വരണം അത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വചനം വായിച്ച് വേഗം പോകാം. വേഗം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം. വേഗം വായിക്കണം. കിട്ടുന്നവർ ഉറക്കെ അങ്ങോട്ട് വായിച്ചോളുക. മത്തായി 3-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കാം. അക്കാലത്ത് സ്നാപകയോഹന്നാൻ യൂദയായിലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു. വാക്യം 2, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈ സ്വർഗരാജ്യത്തിൻ്റെ ഒരനുഭവം കിട്ടണമെങ്കിൽ മാനസാന്തരം സത്യസന്ധമാവണം. ഒരുപാട് ആളുകൾക്ക് രക്ഷ അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഈ ആദ്യ ഭാഗം ശരിയാവാത്തതാണ്. സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം കിട്ടാത്തത് മാനസാന്തരം ശരിയാവാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് സ്നാപകയോഹന്നാൻ വന്ന് ആദ്യം പറയുന്നത് മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇനി 3:11 വായിക്കാം. മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി. മത്തായി 3:11. മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ. അപ്പോൾ യോഹന്നാൻ സ്നാനം കൊടുത്തത് മാനസാന്തരത്തിന് വേണ്ടിയാണ്. മാനസാന്തരം. ഓക്കെ, 8-ാമത്തെ വാക്യം വായിക്കാം. മത്തായി 3:8. മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവേൻ. അതായത് മാനസാന്തരത്തിന് യോജിച്ച ജീവിത രീതി ജീവിതത്തിൽ ഉണ്ടാകണം. മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ. ഇനി 4-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. മത്തായി 4-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം വായിച്ചേ. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, അപ്പോൾ ഒന്നാമത്തേത് സ്നാപകയോഹന്നാൻ പ്രസംഗിച്ചു, മാനസാന്തരപ്പെടണം, സ്വർഗരാജ്യം സമീപിച്ചു. ഇനി 4:17 യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇനി മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി. അതായത് ദൈവകൃപകൾ ധാരാളം സ്വീകരിച്ച ഒരു ജനതയ്ക്ക് മാനസാന്തരപ്പെടാനുള്ള ബാധ്യതയുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടൊരു ജനതയ്ക്ക് മാനസാന്തരപ്പെടാനുള്ള ബാധ്യതയുണ്ട്. ദൈവകൃപകൾ ആവോളം സ്വീകരിച്ചൊരു ജനതയ്ക്ക് അമർത്തിക്കുലുക്കി നിറച്ചളന്ന് മടിയിലിട്ട് തരുമെന്ന വാഗ്ദാനം അനുസരിച്ച് ദൈവം അനുഗ്രഹിച്ചൊരു സഭയാണ് കേരള സഭ. ശരിയല്ലേ? അതായത് നമുക്ക് കിട്ടിയ ദൈവിക ആനുകൂല്യങ്ങൾ ലോകത്ത് മറ്റൊരു ജനതയ്ക്കും കിട്ടിയിട്ടില്ല. നിങ്ങൾക്കത് അറിയാത്തത് കൊണ്ടാണ്. ലോകത്തൊരു ജനതയുടെ ഇടയിലും നമ്മൾ കണ്ടതുപോലെയുള്ള അത്ഭുതങ്ങൾ ഇസ്രായേൽ എന്നൊരു ജനതയെ ഒഴിച്ച് പിന്നെ ആരാ? പിന്നെ മലയാളികളാണ്. ദൈവം ഇത്രയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച ഒരു ദൈവജനം വേറെയില്ല. ആ ജനതയോട് ദൈവം പറയുകയാണ്, യേശു താൻ ഇത്രയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഈ നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി. വാക്യം 21. കൊറാസീൻ, നിനക്ക് ദുരിതം. വായിക്കാം. ബത്സയിദ, നിനക്ക് ദുരിതം. നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ ടൈറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവ എത്ര പണ്ടേ ചാക്കൊടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നു. വിധി ദിനത്തിൽ ടൈറിനും സീദോനും നിങ്ങളെക്കാൾ ആശ്വാസമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കഫർനാമേ, നീ സ്വർഗം വരെ ഉയർത്തപ്പെട്ടു വന്നോ, പാതാളം വരെ നീ താഴ്ത്തപ്പെടും. നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ സോദോമിൽ സംഭവിച്ചിരുന്നെങ്കിൽ അത് ഇന്നും നിലനിൽക്കുമായിരുന്നു. ഞാൻ നിന്നോട് പറയുന്നു, വിധി ദിനത്തിൽ സോദോമിൻ്റെ സ്ഥിതി നിന്റെ ഇതിനേക്കാൾ സഹനീയമായിരിക്കും. അടുത്ത വാക്യം വായിക്കാം. 12. മത്തായി 12:38. മത്തായി 12:38 മുതൽ. ഇത് ഞാൻ അല്പം സമയമെടുത്ത് ഞാൻ വിശദീകരിക്കേണ്ട വചനമാണ്. വളരെ ശ്രദ്ധിച്ച് വായിച്ചിട്ട് വിശദീകരിക്കാം. അല്പം ദീർഘമായ പാസേജാണ്. ഇത് 2 പാരഗ്രാഫ് വായിക്കണം. വായിക്കാവോ? എന്നാ വായിച്ചു. അപ്പോൾ നിയമജ്ഞരിലും പരിസേയരിലും പെട്ട ചിലർ അവനോട് പറഞ്ഞു, ഗുരു, നിന്നിൽ നിന്ന് ഒരടയാളം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ മറുപടി പറഞ്ഞു, ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു. യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല. യോന 3 രാവും 3 പകലും തിമിംഗലത്തിൻ്റെ ഉദരത്തിൽ കിടന്നതുപോലെ മനുഷ്യപുത്രനും 3 രാവും 3 പകലും ഭൂമിക്കുള്ളിലായിരിക്കും. നിനവേ നിവാസികൾ വിധി ദിവസം ഈ തലമുറയോട് എഴുന്നേറ്റതിനെ കുറ്റം വിധിക്കും. എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് അവർ അനുതപിച്ചു. ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ. ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിവസം ഈ തലമുറയോടൊത്ത് ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ സോളമൻ്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് വന്നെത്തി. ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ
അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു, എന്നാൽ കണ്ടെത്തുന്നില്ല. അപ്പോൾ അത് പറയുന്നു, ഞാൻ ഇറങ്ങിപ്പോന്ന് എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും. അത് മടങ്ങി വരുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞും അടിച്ചു വാരി സജ്ജീകരിക്കപ്പെട്ടും കാണുന്നു. അപ്പോൾ അത് പുറപ്പെട്ടു ചെന്ന് തന്നെക്കാൾ ദുഷ്ടരായ 7 ആത്മാക്കളെ കൂടി തന്നോടൊത്ത് കൊണ്ടുവരികയും അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ മനുഷ്യൻ്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ ശോചനീയമായി തീരുന്നു. ഈ ദുഷിച്ച തലമുറയ്ക്കും ഇത് തന്നെയാണ് അനുഭവം. ബൈബിൾ വ്യാഖ്യാനിക്കാൻ ഒരു ടൂള് പറഞ്ഞു തരാം. ബൈബിൾ വ്യാഖ്യാനിക്കാൻ ഒരു ടിപ്പ് പറഞ്ഞു തരാം. ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് ഇപ്പം നമ്മൾ വായിക്കുകയാണ്, അശുദ്ധാത്മാവ് തിരിച്ചു വരുന്നു. ആ ഭാഗം കണ്ടോ? അത് മത്തായി 12:43 മുതൽ അശുദ്ധാത്മാവ് തിരിച്ചു വരുന്നു എന്നുള്ള ഭാഗം നമ്മൾ കാണുന്നു. അത് നമ്മൾ വായിക്കുമ്പോൾ, ഒറ്റപ്പെട്ട് വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവില്ല. എന്തിനാണ് ഇവിടെ അശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നതെന്ന് മനസ്സിലാവില്ല. എന്നാൽ ഇത് മനസ്സിലാവാനുള്ള ഒരു ക്ലൂ ഇതിനകത്ത് കിടപ്പുണ്ട്. ആ ക്ലൂ ആണ് എന്താണ്? ഈ ദുഷിച്ച തലമുറയ്ക്കും ഇത് തന്നെയായിരിക്കും അനുഭവം. ആ വാചകം ശ്രദ്ധിച്ചോ? ഈ ദുഷിച്ച തലമുറയ്ക്കും ഇത് തന്നെയായിരിക്കും അനുഭവം. അപ്പം ഇത് നമ്മൾ ഈ ബ്രാക്കറ്റ് ഇടത്തില്ലേ, ഇത് ബ്രാക്കറ്റിംഗ് ആണ്. ഈ ബ്രാക്കറ്റിൻ്റെ അവസാനത്തെ ബ്രാക്കറ്റാണിത്. അപ്പോൾ ഇതിനൊരു ആദ്യത്തെ ബ്രാക്കറ്റുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇത് തുടങ്ങുന്നത് ഈ അശുദ്ധാത്മാവ് തിരിച്ചു വരും 43-ലല്ല. അത് തുടങ്ങുന്നത് എവിടെ നിന്നാണെന്ന് അറിയണമെങ്കിൽ ഇതേ വാചകം വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഇതേ വാചകം, ഈ ദുഷിച്ച തലമുറ, അത് എവിടെയാണ് ഉള്ളത്? അത് 39 കിടപ്പുണ്ട്. 39 അവൻ മറുപടി പറഞ്ഞു, ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു. കണ്ടോ? താഴെ കണ്ടു എന്താണ്? ഈ ദുഷിച്ച തലമുറയ്ക്കും. കണ്ടോ? ഈ ഇതാണ് ബ്രാക്കറ്റിംഗ്. ഈ 2 വാചകം കൊണ്ട് ഒരു പാസേജ് ബ്രാക്കറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അർത്ഥം ഇപ്പം നിങ്ങൾക്ക് പിടിയിട്ടില്ല അല്ലേ? അതായത് ഒരേ വാചകം കൊണ്ട് ഒരു പോർഷൻ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മൾ POC ബൈബിളിൽ വായിക്കുന്ന സമയത്ത് നമുക്കിത് 2 പാരഗ്രാഫും 2 എപ്പിസോഡുമായിട്ടേ തോന്നത്തുള്ളൂ. ശരിയല്ലേ പറയുന്നത്? എന്നാൽ ഇതല്ല. ശരിക്കും ഈ മത്തായി എഴുതുമ്പോൾ മത്തായി ബ്രാക്കറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പാസേജ് തുടങ്ങുന്നത് ഒടുങ്ങുന്നത് എവിടാണെന്ന് മത്തായി തീരുമാനിച്ചിട്ടുണ്ട്. അത് മനസ്സിലാകണമെങ്കിൽ ഇതുപോലുള്ള ഫ്രേസുകൾ ശ്രദ്ധിക്കണം. ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ, അവിടെ തുടങ്ങി. ദുഷിച്ച തലമുറയുടെ അവസ്ഥയും ഇത് തന്നെയായിരിക്കും, അവിടെ തീർന്നു. അത്രയും ഒരു പാസേജാണ്. അത്രയും ഒരുമിച്ചെടുത്താലേ അർത്ഥം മനസ്സിലാവും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അത്രയും ഒരുമിച്ചെടുത്ത് വായിക്കാൻ പോവാണ്. ഒരുമിച്ചെടുക്കുമ്പോൾ ചില ആളുകൾ അവനോട് വന്നിട്ട് പറയുകയാണ്, കർത്താവേ, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം, ഞങ്ങൾ നിൻ്റെ കൂടെ നിൽക്കാം, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം. അതിന് നീ ഞങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? ഞങ്ങൾക്ക് കുറേ അടയാളങ്ങൾ അത്ഭുതങ്ങൾ കാണിച്ചു തന്നാൽ ഞങ്ങൾ നിൻ്റെ കൂടെ നിൽക്കാം. ഇതാണ് അവരുടെ യേശുവിനോടുള്ള നിലപാട്. അതായത് വിശ്വസിക്കാം. അപ്പോൾ യേശു പറഞ്ഞു, യോനായുടെ അടയാളം അല്ലാതെ വേറൊരു അടയാളമില്ല. നിങ്ങൾ എന്നിൽ വിശ്വസിക്കേണ്ടതിന് യോനായുടെ അടയാളം അല്ലാതെ വേറൊരു അടയാളമില്ല. നടുവേദന മാറുന്നോ, തലവേദന മാറുന്നോ, ക്യാൻസർ മാറുന്നതോ കണ്ടിട്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട. നിങ്ങൾ വിശ്വസിക്കാൻ യോനായുടെ അടയാളം അല്ലാതെ വേറൊരു അടയാളം ഇല്ല. എന്താണ് യോനായുടെ അടയാളം? യോന 3 രാവും 3 പകലും കടലിൻ്റെ അടുത്ത് മത്സ്യത്തിൻ്റെ ഉദരത്തിലായിരുന്നു. അതുപോലെ മനുഷ്യപുത്രനും. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് യേശുവിന് ലോകത്തിന് വിശ്വസിക്കാൻ തരാനുള്ള പ്രൂഫ് എന്താണ്? നിങ്ങൾ എന്നിൽ വിശ്വസിക്കണമെന്ന് പറയാൻ യേശുവിൻ്റെ ക്രെഡിബിലിറ്റി എന്താണ്? ക്രെഡിബിലിറ്റി എന്താണെന്നറിയാമോ? ഞാൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ലോകത്തൊരു മത നേതാവിനും അവകാശപ്പെടാനില്ലാത്ത ഒരു ക്രെഡിബിലിറ്റിയാണിത്. ലോകത്തെ ഒരു മത നേതാവിനും ഇത് അവകാശപ്പെടാനില്ല. ഉണ്ടോ? ഇല്ല. ആർക്കും അവകാശപ്പെടാനില്ല. അതായത് ലോകത്തുള്ള എല്ലാ മതങ്ങളുടെയും സർവ്വമതങ്ങളുടെയും സ്ഥാപകരെന്ന് അവകാശപ്പെടുന്നതോ ആ മതങ്ങളിലെ വലിയവരെന്ന് അവകാശപ്പെടുന്നതോ ആളുകൾ എല്ലാവരും ജനിച്ചു, ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, അവിടെ തീർന്നു. എന്നാൽ യേശുവിൻ്റെ വ്യത്യസ്തത, യേശു ദൈവമാണ് എന്നുള്ളതിൻ്റെ പ്രൂഫ്, യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ അടയാളം എന്ന് പറയുന്നത് അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ യേശു പറയുകയാണ്, ഇതല്ലാതെ എനിക്കൊരടയാളവും തരാനില്ല. ഇത് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാവാതിരിക്കുകയും, കേട്ടോണേ, ഇത് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാവാതിരിക്കുകയും നിങ്ങൾ മറ്റടയാളങ്ങളുടെ പേരിൽ എന്നിൽ വിശ്വസിക്കാമെന്ന് പറയുകയും ചെയ്താൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കാൻ പോകണമെന്നറിയാമോ? നിങ്ങൾ ഇന്ന് അശുദ്ധാത്മാവ് പോയിട്ട് കരുത്തന്മാരായ 7 എണ്ണത്തെ കൂടി കൊണ്ടുവന്ന് തിരിച്ചു വന്നിട്ട് നിങ്ങളുടെ അവസാനത്തെ അവസ്ഥ ആദ്യത്തേതിനേക്കാൾ ശോചനമായി തീരും. ഇതാണ് അത് തമ്മിലുള്ള ബന്ധം. പിടികിട്ടിയോ? അതായത് യേശു ആയിരിക്കുന്നതിൻ്റെ പേരിൽ വിശ്വസിക്കാൻ തയ്യാറാവാതെ യേശുവിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുടെ പേരിൽ വിശ്വസിക്കാൻ തയ്യാറായാൽ അശുദ്ധാത്മാവോ ബന്ധനങ്ങളോ നമ്മളെ വിട്ടുമാറാൻ പോണില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ
ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ എന്താണോ അത് ഞാൻ ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ വിശ്വസിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ ഞാൻ പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് അനുതാപമില്ലാതെ യേശുക്രിസ്തുവിനെ, കുരിശിൽ മരിച്ച യേശുവിനെ, എൻ്റെ പാപങ്ങളുടെ പരിഹാര ബലിയായി മരിച്ച യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറല്ല. അനുതാപമില്ല, നന്നാവാൻ തയ്യാറല്ല, വ്യത്യാസം വരുത്താൻ തയ്യാറല്ല, പാപത്തെക്കുറിച്ച് അനുതാപമില്ല. എന്ത് കിട്ടിയാൽ മതി? കുറേ അനുഗ്രഹങ്ങൾ കിട്ടണം, കുറേ അനുഗ്രഹങ്ങൾ. ഈ അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടി യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന ജനതയുടെ പ്രശ്നം എന്താണ്? അവർ മരണം വരെ ദുരാത്മാക്കളുടെ പിടിയിലായിരിക്കും. മനസ്സിലായോ ഞാൻ പറഞ്ഞേ? മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അതാണ് അവിടെ പറയുന്നത്, അനുദപിക്കാത്ത ഈ ദുഷിച്ച തലമുറയുടെ അവസ്ഥയും ഇത് തന്നെ ആയിരിക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി മത്തായി 21:32, മത്തായി 21:32 വേഗം വായിക്കാം. മത്തായി 21:32 വായിക്കേ. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു, നിങ്ങളത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല. വിശ്വാസത്തിൻ്റെ ഇൻഗ്രീഡിയൻ്റാണ് അനുതാപം. വിശ്വാസത്തിനകത്ത് തുന്നിച്ചേർത്തിരിക്കുന്ന ആന്തരികമായ സത്തയാണ് അനുതാപം. അനുതാപമില്ലാതെ വിശ്വാസം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. വിശ്വസിക്കുന്നവർക്ക് എന്തുണ്ടാവും? അനുതാപമുണ്ട്. അനുതാപം അതാണ് ഇവിടെ പറയുന്നത്. ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു, നിങ്ങളത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല. ഇനി വായിക്കേണ്ടത് മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം. 12-ാമത്തെ വാക്യം യേശു ശിഷ്യന്മാരെ അയക്കുന്ന ഭാഗമാണ്. മർക്കോസ് 6:12. മത്തായി അല്ല, മർക്കോസ് 6:12 വായിക്കാമോ? ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു, അനേകം പിശാചുക്കളെ പുറത്താക്കി, അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. ആദ്യ ശിഷ്യന്മാരെന്താ പ്രസംഗിച്ചത്? അനുദപിക്കണം എന്ന് പ്രസംഗിച്ചു. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായം എടുക്കുക. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ. ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ. കൊറാസീൻ നിനക്ക് ദുരിതം, ബത്സയിദ നിനക്ക് ദുരിതം. നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടൈറിനിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കുടുത്തും ചാരം പൂശിയും പണ്ടേ തന്നെ പശ്ചാത്തപിക്കുമായിരുന്നു. ആകയാൽ വിധി ദിനത്തിൽ ടൈറിൻ്റെയും സീദോൻ്റെയും സ്ഥിതി നിങ്ങളുടേതിനേക്കാൾ സഹനീയമായിരിക്കും. കഫർനാമേ, നീ ആകാശത്തോളം ഉയർത്തപ്പെട്ടുവെന്നോ, നീ പാതാളത്തോളം താഴ്ത്തപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഇനി അടുത്ത വാക്യം വായിക്കേണ്ടത് 13-ാം അധ്യായം. ലൂക്കാ 13-ാമത്തെ അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുക. അല്ലെ 1 മുതൽ വായിച്ചോ. 1 മുതൽ. ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ അവനെ അറിയിച്ചു. അവൻ അവരോട് ചോദിച്ചു, ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയക്കാരേക്കാൾ കൂടുതൽ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ, അഥവാ സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. വായിച്ചു പോയാൽ മതി, നേരമില്ലാത്തതുകൊണ്ട്. 15-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. ലൂക്കാ 15:7. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചെന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന്. അതായത് ഒരാൾ അനുദപിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയ സന്തോഷം ഉണ്ടാവും, വലിയ സന്തോഷം ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ വേറെ ഒരുപാട് മലമറിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ദൈവം സന്തോഷിക്കുന്നതെന്നാണ്. ദൈവത്തിന് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയാം? ദൈവമേ, എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു തിന്മയുണ്ട്, അത് തിരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ കർത്താവെ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് ഉള്ളിൽ തട്ടി ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാവും. ഒരു പാപമുണ്ട്, അത് കുമ്പസാരക്കൂട്ടിൽ പോയി സത്യസന്ധമായിട്ട് ഏറ്റു പറയുമ്പോൾ തന്നെ കർത്താവിന് വലിയ സന്തോഷം ഉണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ.
ഞാൻ ഹൈദരാബാദിൽ ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് ഹൈദരാബാദിൽ ഷംസാബാദ് രൂപതയുടെ ധ്യാനമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ അവിടെ വെച്ച് ഒരു മകള് ഇങ്ങനെ അവസാനം ലാസ്റ്റ് ഡേയിൽ പിന്നെ ധ്യാനം കഴിഞ്ഞ് ഞാൻ പോകാൻ തുടങ്ങുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇങ്ങനെ ആളുകൾ നിന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് ചെല്ലുമ്പോൾ ഒരു മകൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ സുഖമായിരിക്കുന്നു എന്നൊക്കെ ഒത്തിരി പരിചയമുള്ളവർ എൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് പോകായതുകൊണ്ട് ഞാൻ അധികം ഗവനിച്ചില്ല. പിന്നെ തിരിച്ചു വന്ന് എല്ലാം കഴിഞ്ഞ് ആളുകളെല്ലാം ഒഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പോകാൻ തുടങ്ങിയപ്പോൾ ഓടി വന്നിട്ട് പറഞ്ഞു, എന്നെ മനസ്സിലായില്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ അച്ഛൻ എന്തോരം തവണ എന്നെക്കുറിച്ച് പ്രസംഗിക്കുന്നതാ, എന്നിട്ട് മറന്നുപോയോ? അയ്യോ, ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് ഓർമ്മ വരുന്നില്ല. എന്തെന്നറിയാമോ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഖത്തറിൽ വെച്ച് തളർന്നു കിടന്ന കുട്ടിയാണിത്. തളർന്നു കിടന്നതാണ്. കുംഭസാരം കഴിഞ്ഞ് കർത്താവ് തളർവാദത്തിൽ നിന്ന് തളർത്ത് ആ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് സൗഖ്യം കൊടുത്ത മകളാണ്. ഹൈദരാബാദിൽ ഭർത്താവും മക്കളുമായിട്ട് 3 കുഞ്ഞുങ്ങളുണ്ട്. ഗർഭിണിയാണ്. 2 കുഞ്ഞുങ്ങളും ഇപ്പോൾ ഗർഭിണിയാണ്. അവിടെ ഹൈദരാബാദ് മെനഞ്ഞ ഇവിടെ തൊട്ട് മുമ്പ് തലേ ദിവസം ഹൈദരാബാദ് വെച്ച് കണ്ടു. പറഞ്ഞേ ഹല്ലേലൂയ. കുംഭസാരം കഴിഞ്ഞ് കർത്താവ് എഴുന്നേൽപ്പിച്ചാണ്. കുംഭസാരിപ്പിച്ച് കഴിഞ്ഞ ഉടനെ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷം, പരിശുദ്ധാത്മാവിന് വലിയ സന്തോഷമാണ്. എന്ത്? നമ്മൾ ഓരോ ചെറിയ തെറ്റും കണ്ടുപിടിക്കണം. പാപം മറച്ചു വെക്കരുത്, പാപം ഒളിച്ചു വെക്കരുത്. ഓരോ ചെറിയ തെറ്റും കണ്ടുപിടിക്കണം, കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റു പറയണം, പാപം തിരുത്താൻ ആഗ്രഹിക്കണം. അപ്പം നമ്മളെക്കുറിച്ച് ദൈവത്തിന് വലിയ സന്തോഷം ഉണ്ടാവും. അല്ല നമ്മൾ പെരുന്നാൾ നടത്തിയോണ്ടോ, പള്ളി പണിഞ്ഞോണ്ടോ, കുരിശടി വെച്ചത് കൊണ്ടോ, പിന്നെ അച്ഛന് സ്വർണ്ണമാല വാങ്ങിച്ചു കൊടുത്തോണ്ടോ ഒന്നും പ്രത്യേകിച്ചൊന്നും ദൈവത്തിന് സന്തോഷമൊന്നും ഉണ്ടാവത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ദൈവത്തിന് സന്തോഷം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? അനുതപിക്കണം. അതാണ് പറയുന്നത്, അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇനി വായിക്കേണ്ടത് 24, ലൂക്ക 24:47. ഈ സുവിശേഷം അനുതാപത്തിൻ്റെ സുവിശേഷമാണ്. ലൂക്ക 24:47 വായിക്കാവോ? പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. കണ്ടോ? സുവിശേഷം എന്തിൻ്റെ സുവിശേഷമാണ്? പാപമോചനത്തിനുള്ള സുവിശേഷമാണ്. ഇനി അപ്പസ്തോല പ്രവർത്തനത്തിൽ ആദ്യത്തെ സുവിശേഷം അപ്പസ്തോലന്മാർ പ്രസംഗിച്ച് കഴിയുമ്പോൾ, ആദ്യ പ്രസംഗം കഴിയുമ്പോൾ ആളുകൾ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വായിക്കാമോ? അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 37-ാമത്തെ വാക്യം. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 37-ാമത്തെ വാക്യം. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ സ്വോത്രകാഴ്ച ഇടുവിൻ. ആണോ? പത്രോസ് എന്താ പറഞ്ഞേ? നിങ്ങൾ ഹല്ലേലൂയ ഉറക്കെ പറയുവിൻ. ആണോ? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. ഇനി 3-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുവിൻ. പാപങ്ങൾ മായ്ച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുവിൻ. അപ്പസ്തോല പ്രവർത്തനം 17-ാം അധ്യായം 30-ാമത്തെ വാക്യം. അപ്പസ്തോല പ്രവർത്തനം 17-ാം അധ്യായം 30-ാമത്തെ വാക്യം. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നില്ല, എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. അജ്ഞതയുടെ അറിവില്ലാത്ത കാലത്തെ ദൈവം പരിഗണിക്കുന്നില്ല, എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാ ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി 26-ാം അധ്യായം അപ്പസ്തോല പ്രവർത്തനം 26-ാം അധ്യായം 20-ാമത്തെ വാക്യം. അപ്പസ്തോല പ്രവർത്തനം 26:20. പ്രത്യുത ആദ്യം ദമാസ്കസിലുള്ളവരോടും പിന്നീട് ജെറുസലേമിലും യൂദാ മുഴുവനിലും ഉള്ളവരോടും വിജാതീയരോടും അവർ പശ്ചാത്തപിക്കണമെന്നും പശ്ചാത്താപത്തിന് യോജിച്ച പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരിയണമെന്നും പ്രസംഗിക്കുകയത്രേ ചെയ്തത്. അദ്ദേഹം പറയുകയാണ്, പൗലോസിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് പറയുകയാണ്, അതെ ഞാൻ പ്രസംഗിച്ച എന്താണ്? എല്ലാവരും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കണമെന്നാണ് ഞാൻ പ്രസംഗിച്ചത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി റോമാലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. റോമാലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. 4-ാമത്തെ വാക്യം വായിച്ചേ. അതോ അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും
നീ നിസാരമാക്കുകയാണോ? ദൈവത്തിൻ്റെ കരുണയെ നീ നിസാരമാക്കുകയാണോ ചെയ്യുന്നത്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അത് ദൈവം കരുണ കാണിക്കുമെന്ന് പറഞ്ഞ് നീ അതിന് കാലതാമസം വരുത്തുകയാണോ? നീ അത് വച്ച് നീട്ടുകയാണോ? അതിന് നീ താമസം വരുത്തിക്കൊണ്ടിരിക്കുകയാണോ? ദൈവം ചോദിക്കുകയാണ്, നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? വീണ്ടും വായിക്കാം, 2 കൊരിന്തോസ് 7-ാം അധ്യായം 9-10 വാക്യങ്ങൾ. 2 കൊരിന്തോസ് 7-ാം അധ്യായം 9-10 വാക്യങ്ങൾ. 2 കൊരിന്തോസ് 7:9-10. ഇപ്പോഴാകട്ടെ ഞാൻ സന്തോഷിക്കുന്നു, നിങ്ങളെ ദുഃഖിപ്പിച്ചത് കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചത് കൊണ്ട്, നിങ്ങളുടെ ദുഃഖം ദൈവഹിതപ്രകാരമായിരുന്നത് കൊണ്ട്. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. ഇതാണ്, അതായത് പാപത്തെക്കുറിച്ചുള്ള ദുഃഖം അത് രക്ഷാകരമായ പശ്ചാത്താപമാണ്, കുറ്റബോധമല്ല. രക്ഷാകരമായ പശ്ചാത്താപം, രക്ഷയിലേക്ക് നയിക്കാൻ ഒരു വ്യക്തിക്ക് ആവശ്യമുണ്ടായിരിക്കേണ്ട പശ്ചാത്താപമാണത്. 2-3 വചനങ്ങളുടെ പെട്ടെന്ന് വായിക്കാം. വെളിപാട് പുസ്തകം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. വെളിപാട് പുസ്തകം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം വേഗം വായിക്കാം. വെളിപാട് 2:5. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്, നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു, അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക, അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിൻ്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. 2-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. 2-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം വായിക്കാം. അതുകൊണ്ട് അനുതപിക്കുക, അല്ലെങ്കിൽ നിന്റെ അടുത്തേക്ക് ഞാൻ ഉടനെ വന്ന് എൻ്റെ വായിലെ വാൾ കൊണ്ട് അവരോട് പോരാടും. ഇനി 2-ാം അധ്യായത്തിൻ്റെ 21-ഉം 22-ഉം 20 മുതൽ വായിച്ചോ. എങ്കിലും നിനക്കെതിരെ എനിക്ക് പറയാനുണ്ട്, പ്രവാചികയെന്ന് അവകാശപ്പെടുകയും വ്യഭിചാരം ചെയ്യാനും വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കാനും എൻ്റെ ദാസരെ പഠിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്ന ജസബൽ എന്ന സ്ത്രീയോട് നീ സഹിഷ്ണുത കാണിക്കുന്നു. അനുതപിക്കാൻ ഞാൻ അവൾക്ക് അവസരം നൽകി, എന്നാൽ അവൾ തൻ്റെ വ്യഭിചാരത്തെക്കുറിച്ച് അനുതപിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇതാ ഞാൻ അവളെ രോഗശയ്യയിൽ തള്ളിയിടുന്നു. 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. വെളിപാട് പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്ന് അനുസ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുതപിക്കുകയും ചെയ്യുക. നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെപ്പോലെ വരും. ഏത് സമയത്താണ് ഞാൻ നിന്നെ പിടികൂടുകയെന്ന് നീ അറിയുകയില്ല. മനസ്സിലായോ? അതായത് എന്ത് ചെയ്യണം? അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ അനുതപിച്ച്, നീ എന്നിൽ നിന്ന് കേട്ടതെല്ലാം സ്വീകരിച്ച് അനുതപിച്ച് നീ അത് കാത്തു സൂക്ഷിക്കുക. എന്നിൽ നിന്ന് കേട്ട കാര്യങ്ങൾ കാത്തു സൂക്ഷിക്കുക. അപ്പോൾ ഇതാണ് സുവിശേഷങ്ങളും ദൈവവചനം പുതിയ നിയമവും നമ്മളോട് ആവശ്യപ്പെടുന്നത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് കർത്താവ് പ്രേരണ തരികയാണെങ്കിൽ കൂടുതൽ ഞാൻ പിന്നീട് നാളെ വിശദീകരിക്കാം. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇതാണ്. ദൈവം നമ്മളോട് പറയുകയാണ് അനുതപിക്കുക. എന്തൊക്കെയാണ് നവീകരിക്കപ്പെടാനുള്ളത്? മനസ്സും ശരീരവും നവീകരിക്കപ്പെടാൻ. മനസ്സിൽ ഒത്തിരി തെറ്റായ ബോധ്യങ്ങളുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഞാൻ പറയാം. മനസ്സും ശരീരവും മനസ്സ് നവീകരിക്കപ്പെടാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? മനസ്സിനെ ദൈവവചനം കൊണ്ട് അളക്കണം. വചനം കൊണ്ട് അളക്കണം. എന്നാലേ നമുക്ക് മനസ്സ് മലിനമാണോ എന്ന് അറിയത്തുള്ളൂ. അല്ലാതെ ഈ ലോകത്തിൻ്റെ ടൂളുകൾ കൊണ്ട് അളന്നിട്ട് കാര്യമില്ല. ലോകം പറയുന്നത് പോലെ അളന്ന് ദൈവവചനം കൊണ്ടാണ് അളക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മളൊരാളെ അടിച്ചു, നമ്മളയാളെ ഇടിച്ചു. അപ്പോൾ ആളുകൾ പറയുകയാണ്, പിന്നെ നിന്നെ അപ്പോൾ മനുഷ്യരോട് നമ്മൾ പറയുകയാണ്, എന്നെ അവൻ ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് ഒന്നും ചെയ്യാതെ എന്നെ അവൻ പിടിച്ച് അടിച്ചു. നീ എന്നാ ചെയ്തു? ഞാൻ അവനെ കുറിച്ച് എടുത്ത് ഇടിച്ചു. നന്നായിപ്പോയി, കണക്കായിപ്പോയി അല്ലേ? അങ്ങനെയല്ലേ പറയൂ? നന്നായിപ്പോയി. അല്ലാതെ എന്താ വെറുതെ വന്നാൽ നിന്നെ വെറുതെ വന്ന അച്ഛനെ അടിക്കേണ്ട കാര്യമുണ്ടോ? അച്ഛൻ എന്ത് ചെയ്തു? ഞാനവനെ പിന്നെ പുക്കിള് നോക്കി ഇടിച്ചു കൊടുത്തു. ഓക്കെ, വെരി ഗുഡ്, നന്നായിപ്പോയി. ഇതാരുടെ സ്കെയിലാണ്? ലോകത്തിൻ്റെ. വചനം വെച്ച് അളന്നാലേ മനസ്സ് നവീകരിക്കപ്പെട്ടോന്ന് അറിയാൻ പറ്റും. വചനം വെച്ച് അളക്കുമ്പോൾ എന്ത് പറയും? ഒരു കാരണത്തടിക്കുന്നവന് ആണ്ട കിടക്കുന്നു. അപ്പം മനസ്സ് നവീകരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും അവനോട് എന്താ? ഇടിച്ചവനോട് വൈരാഗ്യമാണ്. ഇടിച്ചവനോട് ഭയങ്കര വൈരാഗ്യം. അവനെ എവിടെയെങ്കിലും ഒത്തു കിട്ടിയാൽ മാത്രമല്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് വെച്ചോ. ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അയ്യോ ഭാവി ഇത്രയെങ്കിലും പറയും, ദൈവം ചോദിച്ചോളൂ വേടാ, അത്രയെങ്കിലും പറയും. ദൈവം ഉണ്ടല്ലോ, ദൈവം കാണുന്നുണ്ടല്ലോ. അതൊന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ നിലവിളിയാണ്.
ഇനി അതെല്ലാം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അന്നേരമാണ് അവനങ്ങോട്ട് പോകുന്ന വഴിക്ക് പട്ടി കുറുക്കിയടെ അവൻ ബൈക്കിൽ നിന്ന് വീണു. കണക്കായിപ്പോയി. എന്നാൽ പറയാണ് എന്താണ്, ഒരു കാരണത്തടിക്കുന്നവന്. അപ്പം വചനം വെച്ച് അളന്നാലേ പറ്റൂ. അല്ലെങ്കിൽ ലോകപ്രകാരമാണെങ്കിൽ നമ്മൾ ഇതൊക്കെ ശരിയാണെന്ന്, ഈ ഏദോം തകർന്നത് കണ്ടിട്ട് ഇസ്രായേൽ സന്തോഷിക്കുമ്പോൾ ദൈവവചനം അതിനെ ഓർത്ത് തിരുത്തുന്നുണ്ട്. അതായത് അവരുടെ ശത്രുവിൻ്റെ നാശം കണ്ട് നീ സന്തോഷിച്ചു, അതുകൊണ്ട് ഞാൻ നിനക്കെതിരെ വരാൻ പോവാന്ന്. അപ്പോൾ വചനം വെച്ച് അളന്നാലേ പറ്റത്തുള്ളൂ. വചനം വെച്ച് അളക്കുമ്പോഴാണ് ഒത്തിരി കാര്യങ്ങൾ തെറ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സ് ഇപ്പോഴും ലോകപ്രകാരമാണ് പലതും ശരിയെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനപ്രകാരം അല്ലേ. അതിന് മാന്തുന്നവന്, എൻ്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് വന്നവനോട്, ഞാൻ ഭഗവത്ഗീതയിലെ കാര്യങ്ങളല്ല പറയുന്നേ, എൻ്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് വന്നവനോട് തിരികെ ചോദിക്കരുത്. 1 മൈൽ ദൂരം പോകാൻ ആവശ്യപ്പെടുന്നവൻ്റെ കൂടെ 2 മൈൽ ദൂരം പോവുക അല്ലേ. കണ്ണൂർ വരെ പോകാൻ പറയുന്നവനെ കാസർഗോഡ് കൊണ്ടുവിടുക. ഉടുപ്പെടുക്കുന്നവന് നിക്കർ കൊടുക്കണം. ഉടുപ്പെടുക്കുന്നവന് മേലങ്കി കൂടെ കൊടുക്കാം. മേലങ്കി കൂടെ കൊടുക്കുമോ? അത് ചുരിദാർ എടുക്കുന്നവന് ഷോൾ കൂടെ കൊടുക്കുമോ? ഷോളില്ലല്ലോ ചേച്ചിക്ക്, ഷോളില്ലല്ലോ, ഇവനെങ്ങനെ കൊടുക്കുമെന്ന് പറയുന്നത്? വല്ലവരുടെ എടുത്ത് കൊടുക്കുമെന്ന്. പിന്നെ ഉണ്ടോ? ഷോളില്ലാത്ത ചേച്ചിയാണ് പറഞ്ഞ കൊടുക്കുമെന്ന്. വല്ലവൻ്റെ എടുത്ത് കൊടുക്കാമെന്ന്. ഉണ്ടല്ലേ? അതിനെ പണയം വെച്ചാണോ? ചൂടായിരുന്നു. ഞാൻ വിചാരിച്ച് പണ്ടൊക്കെ ഈ പണയം വെക്കുന്നത് ഉടുപ്പൊക്കെ ആയിരുന്നു, പണയ വസ്തുവായിരുന്നു ഉടുപ്പ്. ഞാൻ വിചാരിച്ച് ചേച്ചി പിന്നെ ജ്യൂസ് കുടിക്കാൻ പൈസയ്ക്ക് ഷോള് പണയം വെച്ചാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു വന്നതേ ഷോളിൻ്റെ. അപ്പോൾ ചുരിദാർ എടുക്കുന്നവന് ഷോൾഡർ കൊടുക്കുമോ? പറ. കൊടുക്കും. കൊടുക്കുമോ? അല്ല, ഞാൻ ഷോളല്ല ഇത് കർത്താവ് പറയാണ്, ഈ ഉടുപ്പെടുക്കുന്നവന് മേലേക്ക് കൂടെ കൊടുക്കണം. കൊടുക്കുമോ? മൊബൈൽ എടുക്കുന്നവന് ചാർജറോടെ കൊടുക്കുമോ? അല്ല, തരുമോ മൊബൈൽ? ഒന്ന് കാണുന്നത് കഴിഞ്ഞേ. അപ്പോൾ നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവൻ്റെ അടുത്തുനിന്ന് ഒഴിഞ്ഞു മാറരുതെന്ന്. അവൻ കടം വാങ്ങിക്കാൻ വരികയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? അപ്പനിവിടെ ഇല്ലെന്ന് പറഞ്ഞൊരു മോനെ എന്ന് പറഞ്ഞ് കട്ടിലടി കയറരുത്. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവരുടെ അടുത്തുനിന്ന് ഒഴിഞ്ഞ് മാറരുത്. ഇതൊക്കെയാണ് വചനം. അത് വെച്ച് അളന്നാലേ നമ്മൾ എന്നാ ദ്രോഹികളാണെന്ന് മനസ്സിലാവും അല്ലേ. നമ്മൾ നല്ല ആളുകളാണെന്ന് വിചാരിച്ചിരിക്കും. ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തില്ല. പണ്ടൊക്കെ ഞങ്ങൾ ധ്യാനം കൂടാൻ വേണ്ടി തിരുവനന്തപുരത്ത് ആളുകളെ വിളിക്കുമ്പോൾ അവർ പറയാന്ന്, ധ്യാനം കൂടാനോ? ഞാനോ? അതിന് എനിക്ക് പ്രോബ്ലമൊന്നും ഇല്ലല്ലോ. എനിക്കെന്നാ പ്രോബ്ലം? ഒരു പ്രോബ്ലവും ഇല്ല. ലോകപ്രകാരം ഒരു പ്രോബ്ലവും ഇല്ല. ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല, അന്യനെ ദ്രോഹിക്കുന്നില്ല, അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുന്നു. പക്ഷെ ദൈവത്തിൻ്റെ കണ്ണിൽ വചനം വെച്ചളന്നാൽ മഹാപാപികളാണ്. മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടണം. പിന്നെന്ത് ചെയ്യണം? ശരീരങ്ങൾ വീണ്ടെടുക്കപ്പെടണം. ശരീരം വീണ്ടെടുക്കപ്പെടണം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇപ്പം നമ്മളിപ്പോൾ ഒരാൾ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു. ഇപ്പോൾ എന്നെ ഒരാൾ എന്ത് ചെയ്തു? ഒരാൾ വന്നിട്ട് അടിച്ചു, ഇങ്ങോട്ട് കയറി വന്നിട്ട് അടിച്ചു. ഒരുപാട് പേരുടെ ആഗ്രഹമായിരുന്നു അത്. ഒരാളത് പൂർത്തിയാക്കി. ഇയാൾക്ക് ഒരു അടി കിട്ടുന്നില്ലല്ലോ എന്നുള്ളതാണ് ഒത്തിരി പേരുടെ വിഷമം. അപ്പോൾ ഏതായാലും ഒരാൾ വന്നിട്ട് ആ ആഗ്രഹം പൂർത്തിയാക്കി. ഒറ്റ അടി. എനിക്ക് പിന്നെ നല്ല ആരോഗ്യമുണ്ട്. ആദ്യത്തെ അടിക്ക് തന്നെ ഞാൻ തലയിറങ്ങി വീണു. അപ്പോൾ അടിച്ചവനെ പക്ഷേ ഞാൻ കണ്ടായിരുന്നു. മാത്രമല്ല എൻ്റെ കൂടെ ഉള്ളവർ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഫോട്ടോ എടുക്കുന്നവരാണ്. അവരതിൻ്റെ ഫോട്ടോയും എടുത്തായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? എനിക്ക് ആളെ മനസ്സിലായി. അടിച്ചായിരുന്നു എനിക്ക് അറിയാവുന്ന ആളാണ്. അതാ എനിക്ക് സങ്കടമായിപ്പോയി. അറിയാൻ വയ്യാത്തവൻ അടിച്ചെങ്കിൽ വിഷമമില്ലായിരുന്നു. അറിയാവുന്ന ആളാണ് അടിച്ച്. അപ്പോൾ എന്ത് ചെയ്തു? അത് വിഷമമുണ്ട്. അടിച്ചതിൻ്റെ പേര് നല്ല വിഷമമുണ്ട്. എന്നാലും ഞാൻ വിചാരിച്ചു, ഞാൻ സുവിശേഷകനല്ലേ, അടിച്ചവനോട് വൈരാഗ്യം വെക്കാനൊന്നും എനിക്ക് അവകാശമില്ല. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു, അവനോട് ഞാൻ ക്ഷമിക്കുകയാണ്. അപ്പോൾ അവനോട് ക്ഷമിച്ചു എന്നൊക്കെ പറഞ്ഞ് കർത്താവെ അവനെ അനുഗ്രഹിക്കണം എന്നൊക്കെ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങുമ്പോൾ ദാണ്ട്ര അവൻ നേരെ എതിരെ വരുന്നു. ശ്രദ്ധിക്കണം, എനിക്ക് നേരെ എതിരെ ഈ എന്നെ അടിച്ചവൻ എനിക്ക് നേരെ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവവചന പ്രകാരം എനിക്ക് ശരിക്കും ആഗ്രഹമുണ്ട് ഇവനോട് ക്ഷമിക്കണമെന്ന്. പക്ഷെ എന്നാലും നേരെ വന്ന് മുമ്പിൽ നിൽക്കുമ്പോൾ മുഖം അറിയാതെ കൂടിപ്പോവും. ആഗ്രഹം ഉണ്ടായിട്ടല്ല, തന്നെ അങ്ങ് കൂടിപ്പോയി. ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. ഈ ശരീരത്തിനകത്ത് ഈ ആരിശവും ദേഷ്യവും എല്ലാം കിടക്കുകയാണ്. ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല അല്ലേ. ആത്മാവ് സന്നദ്ധമാണ്, പക്ഷെ ശരീരം
പ്രാർത്ഥിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, ഭയങ്കര ആഗ്രഹം. ഇന്ന് 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമെന്ന് ഓർത്ത് ഇന്ന് വചനമൊക്കെ കേട്ടിട്ട് പോയി അലാറം വെച്ചിട്ട് നാളെ രാവിലെ 3 മണിയാകുമ്പോൾ പാവം അലാം, അതിന് വല്ലതും അറിയാവോ? അതിന് ബോധമുണ്ടോ? നമുക്ക് ക്ഷീണമെന്ന് അതിനറിയാവോ? അത് കിടന്നടിക്കും കറക്റ്റ് 3 മണിക്ക് തന്നെ. 3:1 ആയിക്കോട്ടെ എന്ന് അലാറം വിചാരിക്കുമോ? ഇല്ല, അത് കറക്റ്റ് ആ 3 മണിക്ക് തന്നെ അടിക്കും. 3 മണിക്ക് അടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആത്മാവ് സന്നദ്ധമാണ്, പക്ഷേ ശരീരം ബലഹീനമാണ്. ഇന്നലെ രാത്രി കറണ്ടില്ലായിരുന്നു, കൊതുകടി ഉണ്ടായിരുന്നു, ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാതിരുന്നാൽ പകൽ എന്താവും ശരി, കുറച്ചു നേരം കൂടെ ഉറങ്ങാമെന്ന് പറഞ്ഞ് നമ്മൾ ആ അലാറം എടുത്ത് നിലത്തെറിഞ്ഞിട്ട് വീണ്ടും കിടന്നുറങ്ങും. അപ്പോൾ ആത്മാവ് സന്നദ്ധമാണ്, പക്ഷേ ശരീരം ബലഹീനമാണ്. നല്ല വചനം കേൾക്കണമെന്ന് നോക്കി ഓർത്ത് ഇന്ന് വരെയും തുറക്കാത്ത പുതിയ ബൈബിളും ഒക്കെ എടുത്ത് അതിൻ്റെ താള് പലതും ഇപ്പോഴാണ് കീറുന്നത്. ഞാൻ കണ്ടായിരുന്നു, അതിനിടയ്ക്ക് വെച്ച് ഇപ്പോഴാണ് കീറി. മത്തായിയൊക്കെ എടുത്തപ്പോൾ ഇപ്പോഴാണ് കീറുന്നത്. അതിൻ്റെ ഒട്ടിയിരുന്ന താളൊക്കെ ആദ്യമായിട്ടോ എന്നാ തുറന്നേ, സാരമില്ല, എന്തെങ്കിലും തുറന്നല്ലോ. അപ്പോൾ ഏതായാലും അങ്ങനെ തുറന്നൊക്കെ ബൈബിളൊക്കെ വായിക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. 17ാമത്തെ മിനിറ്റിൽ ബൈബിളിൻ്റെ പുറത്ത് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്വോത്രാഴ്ചയ്ക്ക് വിളിക്കുമ്പോൾ എഴുന്നേക്കും. അന്നേരം ആത്മാവ് സന്നദ്ധമാണ്, പക്ഷേ ശരീരം ബലഹീനമാണ്. അപ്പോൾ ശരീരങ്ങളുടെ വീണ്ടെടുപ്പ് ഉണ്ടാവണം. ശരീരം മനസ്സ് പറയുന്നിടത്തും, അല്ലെങ്കിൽ മനസ്സല്ല ആത്മാവ് പറയുന്നിടത്ത് ശരീരം നിൽക്കണം. നമ്മളിപ്പോൾ ശരീരമാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ വെള്ളിയാഴ്ചയാണ് അല്ലേ? നാളെ വെള്ളിയാഴ്ച അല്ലേ? വെള്ളിയാഴ്ച മാംസം വർജിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച മാംസം വർജിക്കണമെന്ന് ഉണ്ട്. അപ്പോൾ അന്നേരമാണ് കോഴിക്കോടാണെങ്കിൽ നല്ല കുഴിമന്തി, നല്ല ബിരിയാണി. അപ്പോൾ ഇവിടെ ഒരു അച്ഛൻ പറഞ്ഞു നല്ല പല ടൈപ്പ് ബിരിയാണി കിട്ടും, ഏത് ബിരിയാണിയാണ് വേണ്ടെന്ന് ചോദിച്ചു. നാളെ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ കോഴി ബിരിയാണി തിന്നാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ആത്മാവ് പറയുകയാണ് നല്ല ബിരിയാണിയുടെ കുഴിമന്തിയുടെ മണം വരികയാണ്, നല്ല മണം. റോഡ് സൈഡിലാണ് താമസിക്കുന്നത്, അപ്പോൾ നല്ല മണം വരും. അപ്പോൾ രാവിലെ തൊട്ട് മണം. ഞാൻ പണ്ട് 3 ദിവസത്തെ ഉപവാസം എടുത്തത് ജീവിതത്തിൽ ആദ്യമായിട്ട് 3 ദിവസത്തെ ഉപവാസം എടുത്തപ്പോൾ എൻ്റെ അയലോകത്ത് താമസിക്കുന്ന ഹൈറനീസ അന്ന് നല്ല മീൻ വാങ്ങിച്ച് വറുത്ത്. എൻ്റെ അയലോകത്ത് താമസിക്കുന്ന പങ്കുവെച്ചാൽ നല്ല മീൻ വാങ്ങിച്ച് വറുത്ത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ഇത്രയും നാളും 3 നേരം കഴിച്ചുകൊണ്ടിരുന്ന സമയത്തൊന്നും ഇവർക്ക് മീൻ വാങ്ങിക്കണ്ടായിരുന്നു. ഉപവസിക്കാൻ തുടങ്ങുമ്പോൾ അപ്പോൾ ഈ ഭയങ്കര മണം ഇങ്ങനെ വരുമ്പോൾ കുഴിമന്തിയുടെ മണം വരികയാണ്, അല്ലെ പിന്നെ എന്താണ് നെയ്ച്ചോറിൻ്റെ മണം വരികയാണ്. നിങ്ങളുടെ ഭക്ഷണം എന്തൊക്കെയാണോ എന്തോ ബിരിയാണിയുടെ മണം വരിക. അങ്ങനെ അത് വരുന്ന സമയത്ത് ശരീരം പറയുകയാണ് ഒരു ബിരിയാണി തിന്നാം. ശരീരം പറയും. ഉടനെ ആത്മാവ് എന്ത് പറയും? നോ, നമ്മുടെ കർത്താവ് വിശ്വസിക്കുക കുരിശ് മരിച്ച ദിവസമാണ്, കർത്താവ് കഷ്ടപ്പെട്ട ദിവസമാണ്, പാടുപീട് സഹിച്ച നോ ബിരിയാണി ഒന്നും തിന്നാൻ പാടില്ല. അപ്പോൾ ശരീരം കടന്ന് മല്ലടിക്കും. ശരീരം കടന്ന് മല്ലടിച്ച് ശരീരവും മനസ്സും കൂടെ ചേർന്ന് യോജിച്ച് ആത്മാവിനായിട്ട് പീഡിപ്പിച്ചിട്ട് പിന്നെ അടുത്ത സീൻ എന്താണ്? നമ്മൾ കോഴിയും കടിച്ചുകൊണ്ട് ഇരിക്കുന്നതെന്നുള്ളതാണ് അടുത്ത സീൻ. ശരീരം വീണ്ടും എന്ന് പറഞ്ഞാൽ ആത്മാവ് പറയുന്ന ശരീരം അനുസരിക്കുന്നില്ല മോളെ, ശരീരം അനുസരിക്കുന്നില്ല. ആത്മാവ് പറയുന്നുണ്ട് തിന്നരുതെന്ന്, ശരീരം അനുസരിക്കുന്നില്ല. അപ്പോൾ ശരീരം അനുസരിക്കണം എന്നാ ചെയ്യണം? ശരീരങ്ങൾ രക്ഷ എന്താന്ന് പിടികിട്ടുന്നോ? അല്ലാതെ കുറേ ഹല്ലേലൂയ പറയുന്ന മാത്രമല്ല, മനസ്സ് നവീകരിക്കപ്പെടാനുണ്ട്, ശരീരം വീണ്ടെടുക്കപ്പെടാനുണ്ട്. ഇത്രയും പിടികിട്ടിയോ? ഹല്ലേലൂയ. അപ്പോൾ എഴുന്നേറ്റ് നിൽക്കാം.